ഹലോ ഹലോ ഗുഡ് ആഫ്റ്റർനൂൺ. ഗുഡ് ആഫ്റ്റർനൂൺ മിസ്. പ്രയർ പറഞ്ഞോട്ടാ. ഈശ്വര കൈകൂപ്പി നിൽപ്പു ഞാൻ നിൻ മുന്നിൽ ഈറനാണികളോടെ കാരുണ്യമെന്നിൽ ചൊരിയേനെ പൂവിലും കാരണനായുള്ള തമ്പുരാനേ ഈശ്വര കൈകൂപ്പി നിൽപ്പു ഞാൻ നിൻ മുന്നിൽ ഈറനണിഞ്ഞ മിഴികളോടെ കാരുണ്യമെന്നിൽ ചൊരിയേനെ ഭൂവിലും കാരണനായുള്ള തമ്പുരാനേ അച്ഛനും അമ്മയും എന്തു പറഞ്ഞാലും അക്ഷരം തെറ്റാതനുസരിച്ചും ഉള്ളിൽ വെളിച്ചം പകരും ഗുരുവിനെ ഉന്മയെ സ്നേഹിച്ചും ആദരിച്ചും കൂടെ പഠിക്കുന്ന കുട്ടികളെ തന്നെ കൂടെ പിറപ്പുകളായി നിനച്ചും മാതൃഭൂമിക്കായി ജീവൻ വെടിഞ്ഞോരെ മാതൃകയായിട്ടു സ്വീകരിച്ചും ഈശ്വര കൈകൂപ്പി നിൽപ്പു ഞാൻ നിൻ മുന്നിൽ ഈറനണിഞ്ഞ മിഴികളോടെ കാരുണ്യമെന്നിൽ ചൊരിയേണേ ഭൂവിലും കാരണനായുള്ള തമ്പുരാനേ കാരണനായുള്ള തമ്പുരാനേ. നന്നായിരുന്നു കേട്ടോ. താങ്ക് യു സൈനിങ് ഔട്ട് ഓഫ് ദ ഡേ ആരൊക്കെയാണ്? Good afternoon, miss. ഗുഡ് ആഫ്റ്റർനൂൺ. Don't compare your life to others. There's no comparison between the sun and the moon. They shine when it's their time. നിങ്ങളുടെ ജീവിതത്തെ മറ്റുള്ളവരുമായി താരതമ്യം ചെയ്യരുത്. ചന്ദ്രനും സൂര്യനും തമ്മിൽ ഒരു താരതമ്യവുമില്ല. അവ പ്രകാശിക്കുന്നത് അവരുടെ സമയമാകുമ്പോൾ മാത്രമാണ്. ഓക്കെ, താങ്ക് യു. സൈനിങ്. ഓക്കെ, നമുക്ക് ക്ലാസ്സിലേക്ക് മൂവ് ആവാം. സൊസൈറ്റി ഓഫ് കൊഹീഷൻ എന്ന് പറയുന്ന ചാപ്റ്റർ നമ്മൾ കംപ്ലീറ്റ് ചെയ്തോ? ടീച്ചർ നോർമലൈസേഷൻ ഒന്ന് നോക്കിയിട്ട് വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ? അത് സെമിനാർ വന്നിട്ടുണ്ടായിരുന്നു അല്ലെ? ആരൊക്കെ എടുത്തതെന്ന് ഓർമ്മയുണ്ടോ? കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നോർമലൈസേഷൻ ഡീവിയേഷൻ അല്ലെ, ആ പോർഷൻ അല്ലെ? എടാ ഞാൻ പറയാട്ടെ സഫിയ, ടൈം തരാം. സൊസൈറ്റി ഓഫ് കൊഹീഷൻ കംപ്ലീറ്റ് ആക്കിയിട്ട് നമ്മളെ ചാപ്റ്റർ കംപ്ലീറ്റ് ആക്കിയിരുന്നു അല്ലെ? ഞാനിവിടെ സെമിനാർ സഫിയ പേജിലുണ്ടോ? ഉണ്ട് ടീച്ചറെ. ഓക്കേടാ. അതെ, നമുക്ക് ടൈം ഡിപ്ലോമയുടെ ടൈം നിങ്ങൾക്ക് അറിയാലോ, ടൈം ആയിക്കൊണ്ടിരിക്കുകയാണ് പോർഷൻ കംപ്ലീറ്റ് ചെയ്യുന്നത്. സെമിനാർ ഞാനിവിടെ സ്റ്റോപ്പ് ആക്കാണ്, ഞാൻ ക്ലാസ് കണ്ടിന്യൂ ചെയ്യാണ്. ഇത് ടോപ്പിക് തന്നെ ഞാൻ സെമിനാർ റിവിഷന്റെ ഭാഗമായിട്ട് കയറുമ്പോൾ ഞാൻ സെമിനാർ എടുപ്പിക്കും. അതെന്തായാലും കമ്പൽസറി എടുക്കും. പക്ഷെ ഞാൻ പോർഷൻസ് ഒന്ന് കംപ്ലീറ്റ് ആക്കിയിട്ട് സെമിനാർ നമുക്ക് തരാമെന്ന് വിചാരിക്കുന്നുണ്ട്. കുഴപ്പമില്ലാലോ? സൊസൈറ്റി ഓഫ് എന്തായാലും കുറച്ച് ദിവസമല്ലേ ഉള്ളൂ. എല്ലാം കംപ്ലീറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് അല്ലേ? ഓക്കേടാ, അപ്പൊ അത് വേഗം കംപ്ലീറ്റ് ആക്കണം. അതുകൊണ്ടാണ്. സോ വേഗം ആ ഒരു ടൈമിൽ തന്നെ കംപ്ലീറ്റ് ആക്കും. ഒത്തിരി സ്പീഡിൽ പോകാനും പറ്റിയ. അപ്പം നമ്മള് ഈ ചാപ്റ്റർ പാർട്ട് 3 ആണ് കംപ്ലീറ്റ് ആവാത്തത്. പാർട്ട് 4 മിസ് എടുത്തോണ്ടിരിക്കല്ലേ? കമ്മ്യൂണിക്കേഷൻ അല്ലേ എടുക്കുന്നത്? കമ്മ്യൂണിക്കേഷൻ എടുക്കുന്നില്ല, അത് മാത്രമേ എടുക്കാനുള്ളൂ. അതെന്റെ ടോപ്പിക്കാണ്, ഞാൻ എടുത്തോളാം. ഇനി ഇവിടെ മോണ്ടിസോറി മെത്തേഡ് ഓഫ് ടീച്ചിങ്ങില് ഏതൊക്കെ ചാപ്റ്റേഴ്സ് ആണ് എടുക്കാത്തതെന്ന് പറയാമോ? മൂവ്മെന്റ്സ് ഒഴികെട്ടാ, മൂവ്മെന്റ്സ് ഞാൻ സ്റ്റാർട്ട് ചെയ്യും. വേറെ ഏതൊക്കെ ചാപ്റ്റേഴ്സ് എടുക്കാത്തത്?
ടെൻഡൻസി സ്റ്റാർട്ട് ചെയ്തില്ല അതിനാ മിസ്? ഇല്ലല്ലോ. ടെൻഡൻസി സ്റ്റാർട്ട് ചെയ്തു. അതിന്റെ ഏതൊക്കെയാണ് എടുക്കാത്തത്? മോണ്ടിസോറി പ്രിപ്പയർഡ് എന്താണ്? ഓഫ് നാച്ചുറൽ ഡെവലപ്മെന്റ് ആണ് ജിഷ മിസ് എടുത്ത് തീർത്തോന്ന് എനിക്ക് ഞാൻ ക്ലാസ്സിൽ ഉണ്ടായിരുന്നില്ല. ബാക്കി ടെൻഡൻസി പിന്നെ നോർമലൈസേഷൻ യൂണിറ്റ് 4 സെൽഫ് കൺസ്ട്രക്ഷൻ എടുത്തിട്ടില്ല. പിന്നെ യൂണിറ്റ് 5 എടുത്തു, 6 എടുത്തു, 7 എടുത്തിട്ടില്ല. യൂണിറ്റ് 7 മോണ്ടിസോറി പ്രിപ്പയർഡ് എൻവിറോൺമെന്റ്. മോണ്ടിസോറി ടേംസ്. ഓക്കെ, നമ്മൾ ഇന്ന് എടുക്കുന്നത് ഏതാണ്? നമ്മൾ മൂവ്മെന്റ്സ് എന്ന് പറയുന്ന ചാപ്റ്റർ ആണ് കേട്ടോ. മൂവ്മെന്റ്സ് എന്ന് പറയുന്ന ചാപ്റ്റർ ആണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ചാപ്റ്റർ. നമ്മൾ മോണ്ടിസോറിയില് നമ്മൾ എങ്ങനെയാണ് കുട്ടികളെ നോർമലൈസ്ഡ് ആക്കുന്നത്? എങ്ങനെയാണ്? ത്രൂ വർക്കിങ്ങിലൂടെയാണ് അല്ലെ? ത്രൂ വർക്കിങ്ങിലൂടെയല്ലേ കുട്ടികളെ നോർമലൈസ്ഡ് ആക്കുന്നത്? അതെ, ഓരോരോ കാര്യത്തിൽ തന്നെ കൂടുതൽ കോൺസെൻട്രേഷൻ ആയിരിക്കും. അവരെ കൊണ്ട് റിപ്പീറ്റ് ആയിട്ട് ആക്ടിവിറ്റീസ് ചെയ്യിക്കുന്നതിലൂടെയാണ് നമ്മൾ കുട്ടികളെ നോർമലൈസ്ഡ് ചൈൽഡാക്കി മാറ്റുന്നത്. സോ നോർമലൈസേഷനും മൂവ്മെന്റ്സും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണ്. ജസ്റ്റ് നമ്മുടെ മോണ്ടിസോറി എൻവയോൺമെന്റില് നമ്മൾ കുട്ടികൾക്ക് ഫുൾ ഫ്രീഡം കൊടുക്കുന്നുണ്ട്. ഒരു പ്ലേസിൽ നിന്ന് മറ്റൊരു പ്ലേസിലേക്ക് മൂവ് ചെയ്യാനായിട്ട് ഫുൾ ഫ്രീഡം കൊടുക്കുന്നുണ്ട് മോണ്ടിസോറി എൻവയോൺമെന്റിൽ. അവർക്ക് നമ്മുടെ പെർമിഷൻ ഒന്നും ഇല്ലാതെ അവർക്ക് ഫ്രീലി അവരുടെ ക്ലാസ്സിൽ മൂവ് ചെയ്യാനുള്ള ഫ്രീഡം നമ്മൾ കൊടുക്കുന്നുണ്ട്. മെറ്റീരിയൽ പോയി സെലക്ട് ചെയ്യാനോ ഒരു ആക്ടിവിറ്റി ചെയ്യാനുള്ള ഫുൾ ഫ്രീഡം നമ്മൾ കൊടുക്കുന്നുണ്ട്. മോണ്ടിസോറി എൻവയോൺമെന്റിൽ കുട്ടികൾക്ക് ഫുൾ ഫ്രീഡം കൊടുക്കുന്നുണ്ട് അല്ലെ? പക്ഷേ പഴയ ട്രഡീഷണൽ ക്ലാസ് റൂമിൽ ആ ഒരു ഫ്രീഡം കിട്ടുന്നുണ്ട് കുട്ടികൾക്ക്? ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം നമ്മള് ഇപ്പോഴത്തെ ഒരു അവർക്കൊന്ന് മൂവ് ചെയ്യണം, ഒന്ന് എഴുന്നേക്കണം എന്നുണ്ടെങ്കിൽ പോലും അവർക്ക് ആ ടീച്ചറിന്റെ ക്ലാസ് ടീച്ചറുടെ പെർമിഷൻ വേണം. ഒന്ന് പെർമിഷൻ വാങ്ങിച്ചാൽ മാത്രമേ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഒന്ന് മൂവ് ചെയ്യാൻ പറ്റുള്ളൂ. ഫുൾ ടൈം എങ്ങനെയാണ് കുട്ടികള് ആ ഒരു ബെഞ്ചും ആ ഒരു ഡെസ്കിനും അവരുടെ സീറ്റിൽ നിന്ന് എഴുന്നേക്കാൻ പോലുള്ള അവരൊരു ഇതില്ല, ഫ്രീഡം ഇല്ല സാധാരണ ക്ലാസ് റൂമിൽ കുട്ടികൾക്ക്. അപ്പൊ ഇവരുടെ മൂവ്മെന്റ്സ് ഒക്കെ എന്ത് ചെയ്തിരിക്കുകയാണ്, അവിടെ സ്റ്റോപ്പ് ചെയ്തിരിക്കുകയാണ്, അല്ലെങ്കിൽ ബന്ധിച്ചിരിക്കുകയാണ്. ഈ മൂവ്മെന്റ്സ് ഒക്കെ എന്ത് ചെയ്തിരിക്കും, സ്റ്റോപ്പ് ചെയ്തിരിക്കണം. നമ്മൾ മോണ്ടിസോറിയില് എന്ത് ചെയ്യുക, മൂവ്മെന്റ്സിന് വളരെ അധികം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞു. മൂവ്മെന്റ്സും നമ്മുടെ തോട്ടും തമ്മിൽ കണക്റ്റഡ് ആണ്. മൂവ്മെന്റ്സും നമ്മുടെ ചിന്തകളും തമ്മിൽ എങ്ങനെയാണ്, കണക്റ്റഡ് ആണ്. ഞാൻ എക്സാമ്പിൾ പറയാം. എന്റെ ഒരു എക്സ്പീരിയൻസ് ആണ് ഞാൻ എക്സാമ്പിൾ ആയിട്ട് പറയുന്നത്. ഞാൻ പഠിച്ച സ്കൂളില് 8th കഴിയുമ്പോൾ പുറത്തുനിന്ന് സ്കൂളിലെ കുട്ടികളൊക്കെ നമ്മുടെ ക്ലാസ്സിലേക്ക് വരുമല്ലോ, സ്കൂളിലേക്ക് ജോയിൻ ആയി വരുമല്ലോ. അങ്ങനെ കുറച്ച് കുട്ടികൾ ഞങ്ങളുടെ ക്ലാസ്സിലേക്ക് വന്നു. അതില് വന്ന കുട്ടികളിൽ 4 പേര് വന്നിട്ടുണ്ടായിരുന്നു. ഗേൾസ് എല്ലാവരും സ്പോർട്സിൽ എന്ത് ചെയ്യുന്നുണ്ട്, പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ ചെറിയ കുട്ടികൾ വെച്ചാല് ജസ്റ്റ് ഒരു തമാശക്ക് എന്നുള്ള രീതിയിൽ സ്പോർട്സിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നു. വേറൊരു കുട്ടി ആൾക്ക് നല്ല പ്രൈസ് ഒക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പം ഈ സ്പോർട്സിലൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ട് പ്രൈസ് ഒക്കെ കിട്ടി. ഓക്കെ, സ്പോർട്സിൽ ഭയങ്കര ഒരു കുട്ടിയാണ്. അപ്പൊ ആള് എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു. ആള് ഇങ്ങോട്ട് വീട് മാറി വന്നതാ. വേറൊരു സ്ഥലത്തായിരുന്നു അവർ താമസിച്ചിരുന്നത്, വേറെ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്നതാ. അപ്പോ അച്ഛൻ ജോലിയുടെ എന്തോ ആവശ്യമായിട്ട് ഞങ്ങളുടെ നാട്ടിലേക്ക് മാറി വന്നതാണ്. അപ്പോ എന്റെ വീടിന്റെ അടുത്താണ് ആളുടെ വീട്. ഓക്കെ, അപ്പൊ ഞങ്ങൾക്ക് ഇവിടെ സാധാരണ രീതിയിൽ നമ്മൾ കാണുന്നതെന്ന് വെച്ചാൽ ക്ലാസ്സിൽ വെച്ച് മാത്രമേ കാണുന്നത്. കാരണം രാവിലെ ഞാൻ എഴുന്നേറ്റ് വരുമ്പോഴേക്കും ആള് പ്രാക്ടീസിന് പോയിട്ടുണ്ടാവും. ഞാൻ വീട്ടിൽ വന്ന് എല്ലാ ആക്ടിവിറ്റീസും കഴിഞ്ഞ് ഞാൻ വീട്ടിൽ എന്തെങ്കിലും ഒരു 6-6:30 ആവുമ്പോഴേക്കും ആള് എവിടേക്ക് വരുന്നത്, വീട്ടിലേക്ക് വരുന്നത്. വൈകുന്നേരം പ്രാക്ടീസ് ആയിട്ടാണ് വരുന്നത്. അതേപോലെ തന്നെ പകൽ സമയങ്ങളിലും ക്ലാസ് അവേഴ്സിലും ആൾക്ക് ശരിക്കും ക്ലാസ്സിലൊന്നും അറ്റൻഡ് ചെയ്യാനായിട്ട് പറ്റാറുണ്ടായിരുന്നില്ല. അപ്പൊ എന്റെ നോട്ട്സ് ഒക്കെ റെഫറൻസിന് വേണ്ടി കൊണ്ടുപോകും. ആള് നോട്ട്സ് ഒക്കെ കംപ്ലീറ്റ് ചെയ്യണം. കാരണം അന്ന് ബാക്കി വേറെ നോട്ട്സ് ഒന്നും കംപ്ലീറ്റ് ചെയ്തില്ലെങ്കിൽ മാത്സ് നോട്ട്സ് കംപ്ലീറ്റ് അല്ലെങ്കിൽ ഞങ്ങളുടെ ടീച്ചർ ഭയങ്കര സ്ട്രിക്റ്റ് ആണ്. അപ്പൊ നോട്ട്സ് അത് വാങ്ങിച്ചുകൊണ്ട് പോകും, അത് കംപ്ലീറ്റ് ചെയ്യും. അങ്ങനെ വെച്ചാൽ ആള് പഠിക്കുന്നുണ്ടോ, ക്ലാസ്സിലുണ്ടോ എന്ന് ചോദിച്ചാൽ ആളില്ല, എപ്പോഴും ഗ്രൗണ്ടിലാണ്.
ഫുൾ ടൈമും പ്രാക്ടീസും അതും അതേപോലെ തന്നെ ഭയങ്കരമായിട്ട് നല്ല എന്താ പറയാ ഒത്തിരി മത്സരങ്ങളിലൊക്കെ ഇത് ചെയ്യുന്നുണ്ട്. ഞങ്ങൾക്ക് ഭയങ്കര മെഡൽ പ്രതീക്ഷയുള്ള ഒരു കുട്ടിയായിട്ട് തന്നെയാണ്. ആളങ്ങനെയാണ് കേട്ടോ. ഭയങ്കരമായിട്ട് മെഡൽ പ്രതീക്ഷയോട് കൂടി ബീറ്റ് ചെയ്തിരിക്കുന്ന കുട്ടിയാണ്. അപ്പോ ഞങ്ങളുടെ മാത്സ് ടീച്ചർ സ്ട്രിക്റ്റ് ആണെന്ന് പറയില്ലേ, മാത്സ് ടീച്ചർ അവളെ എപ്പോഴും കളിയാക്കൂട്ടോ. കാരണം അവള് മാത്സ് ക്ലാസ്സിൽ കാണാറേ ഇല്ല. അവള് മനഃപൂർവ്വം മുങ്ങുന്നതാണെന്നാണ് മിസ് പറയുന്നത്. മാത്സ് ക്ലാസ് ആവുമ്പോ എന്ത് ചെയ്യുന്നു, എന്തെങ്കിലും എന്താ പറയാ സ്പോർട്സിന്റെ ആക്ടിവിറ്റി അതെന്നൊക്കെ പറഞ്ഞിറങ്ങും. അങ്ങനെയൊക്കെ പറഞ്ഞ ആള് ഭയങ്കരമായിട്ട് കളിയാക്കും. റിസൾട്ട് വരട്ടെ അല്ലെങ്കിൽ മാർക്ക് വരട്ടെ കാണിച്ചു തരാന്നൊക്കെ പറഞ്ഞിട്ട് മിസ് ഭയങ്കര ഭീഷണിയൊക്കെ പെടുത്തുന്നുണ്ട്. എല്ലാവരും അങ്ങനെ തന്നെയാണ്. മാത്സ് ടീച്ചർ സ്ട്രിക്റ്റ് ആണല്ലോ. അപ്പൊ അതുകൊണ്ട് അങ്ങനെയായിരുന്നു അത്. അപ്പൊ ഓൺ എക്സാം കഴിഞ്ഞു. ഓൺ എക്സാം കഴിഞ്ഞപ്പോ എന്ന് വെച്ചാല് ഓൺ എക്സാം കഴിഞ്ഞ് റിസൾട്ട് വരാണ്. ബാക്കിയുള്ള വിഷയങ്ങൾക്ക് നമുക്ക് പേടിയൊന്നും ഇല്ലെങ്കിലും മാത്സിന്റെ റിസൾട്ട് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ഞങ്ങൾ സ്കൂളിൽ തന്നെ വളരെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് മാത്സിനാണ്. അപ്പോ മാത്സിന്റെ റിസൾട്ട് വന്നപ്പോ ബാക്കി എല്ലാവരുടെ പേപ്പർ കൊടുത്തു. എന്റെയൊക്കെ അടക്കം പേപ്പർ കിട്ടി. ഞാനൊക്കെ ആവറേജ് സ്റ്റുഡന്റ് ആണ് കേട്ടോ. എന്റെയൊക്കെ പേപ്പർ കിട്ടി കൊടുത്തു. അത് കഴിഞ്ഞ് ഈ സോണിയ എന്ന പേര്, അവളുടെ പേപ്പർ മാത്രം ടീച്ചർ കൊടുത്തില്ല. ടീച്ചർ ചോദിച്ചു, നീ എന്താ പ്രതീക്ഷിക്കണേന്ന് ചോദിച്ചു. മാർക്ക് നീ എന്താ പ്രതീക്ഷിക്കണേന്ന് ചോദിച്ചു. അന്ന് 8 ആയിട്ടുള്ളൂ. അന്ന് 50 മാർക്ക്. നമ്മൾ 18 വേണം പാസ്സാവാൻ. ഞാൻ വിചാരിച്ചു 18 പറയില്ലേ, കാരണം ഒരു ക്ലാസ്സിൽ കയറാറില്ല. ഇപ്പൊ തന്നെ ടീച്ചറിന് വടക്ക് കേൾക്കാൻ വേണ്ടിയിട്ടാണെന്ന് വിചാരിച്ചു. കാരണം മാർക്ക് പറഞ്ഞിട്ട് ടീച്ചർ വടിയൊക്കെയായിട്ട് വന്നിരിക്കുന്നത്. അപ്പൊ ഞാൻ വിചാരിച്ചു മാർക്ക് കുറവായിരിക്കും പ്രതീക്ഷിക്കുന്നു. അവള് പറഞ്ഞു 40 കൂടുതൽ ഉണ്ടാവും മിസ്സേ എന്ന് പറഞ്ഞു. അപ്പൊ എല്ലാവർക്കും ഷോക്കാണ്. കാരണം അന്ന് പേപ്പർ കിട്ടിയിരിക്കണം നമ്മൾ ക്ലാസ് ഫസ്റ്റ് ആണ്. പഠിപ്പി കുട്ടിക്ക് 42 അത്രേ ഉള്ളൂ മാർക്ക്. അപ്പൊ ഇവള് പറഞ്ഞു 40 അടുപ്പിച്ചുണ്ടാവും വിചാരിച്ചു. സെക്കൻഡോ എന്നൊക്കെ വിചാരിച്ച് മനസ്സിൽ പറഞ്ഞിട്ടാ. പക്ഷേ ടീച്ചർ പറഞ്ഞു അല്ല 40 അല്ല 45 ഉണ്ട് എന്ന് പറഞ്ഞു. ഞങ്ങൾക്ക് 50. കാരണം ഒറ്റ ക്ലാസ്സിൽ മാത്സ് ക്ലാസ്സിൽ കയറിയിട്ടേ ഇല്ല ആള്. ഒരു ക്ലാസ് പ്രോപ്പർ ആയിട്ട് നോട്ട് കംപ്ലീറ്റ് ചെയ്യില്ല. അതിനുവേണ്ടി നല്ല വഴക്ക് കേൾക്കുന്നുണ്ട്. പോരാത്തിന് എന്റെ നോട്ടും കൂടിയാണ് അവൾ എന്ത് ചെയ്യണത്, റെഫർ ചെയ്യാൻ വേണ്ടി കൊണ്ടുപോകണത്. പഠിക്കണൊക്കെ എന്റെ നോട്ട് നോക്കിയിട്ട് ഞാൻ എഴുതിയെടുക്കുന്നത് മിസ്റ്റേക്ക് ഉണ്ടാവും, നോർമലാണ്. അതൊക്കെ നോക്കിയിട്ടാണ് അവള് എന്ത് ചെയ്യുന്നത്, പഠിക്കുന്നത്. അപ്പോ ഞങ്ങൾക്ക് കൽപ്പില്ല 45 എന്ന് പറഞ്ഞപ്പോ. കാരണം അന്ന് നിങ്ങൾ അവിടെ നിന്ന് എല്ലാ കുട്ടികളും ഭയങ്കര അത്ഭുതം. കാരണം ഇതിന് മാത്സിൽ 45 എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ക്ലാസ് ടോപ്പറിന് തന്നെ വെട്ടിച്ചിരിക്കുകയാണ്. എല്ലാവർക്കും ഭയങ്കര അത്ഭുതം. അപ്പൊ മിസ് ഭയങ്കരമായിട്ട് അപ്രീഷിയേറ്റ് ഒക്കെ ചെയ്തു. നീ സ്പോർട്സിനൊക്കെ നടക്കുന്നത് പഠിത്തത്തിൽ ശ്രദ്ധ കൊടുക്കൂലെന്ന് വിചാരിച്ചിട്ടാണ് വഴക്കൊക്കെ പറഞ്ഞിരുന്നത്. എനിക്ക് അങ്ങനെ ഒരു രീതിയിൽ മിസ് അപ്പോളജൈസ് ചില പറഞ്ഞു. എന്നിട്ട് മാത്സ് ടീച്ചർ പോയിട്ടാ. ഞങ്ങൾക്ക് അക്കാണ്ട് ഭയങ്കര ഷോക്കായി. കാരണം ഞങ്ങൾ ഒട്ടും പ്രതീക്ഷിച്ചില്ല ഫസ്റ്റ് കിട്ടും, അല്ലെങ്കിൽ കൂടെ ഇരിക്കുന്നതാ ചില അടുത്തിരിക്കില്ല, പക്ഷെ കിട്ടുമെന്ന് വിചാരിച്ചില്ല. കാരണം അത്രയും ടഫ്. എനിക്കൊക്കെ തന്നെ എനിക്ക് എത്രയും 20 മാർക്കുള്ളൂ. നമ്മൾ വിചാരിക്കില്ലേ എന്റെ നോട്ട് നോക്കി പഠിച്ചു പഠിച്ചാണ് നമുക്ക് എന്നേക്കാളും കുറവായിരിക്കുന്നൊക്കെ. പക്ഷെ ആള് 45 വാങ്ങിച്ചു. വളരെ ഇതായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾക്ക് അന്ന് ഉച്ചയ്ക്ക് ശേഷം PT അവർ ഉണ്ട്. ഞങ്ങളുടെ PT ടീച്ചറും അത്യാവശ്യം നല്ല ആക്റ്റീവാണ്. ആള് ഞങ്ങളെ സ്പോർട്സിനും മിക്ക ആക്ടിവിറ്റീസിനും പങ്കെടുപ്പിക്കും. ഭയങ്കര രസമാണ് PT. ഞങ്ങള് ഡ്രില്ലമ്മ എന്നൊക്കെ പറയും. അപ്പൊ ലിസ്റ്റ് ടീച്ചർ വന്നു. ലിസ്റ്റ് ടീച്ചർ ക്ലാസ്സിൽ വന്നപ്പോ ഞങ്ങൾ ഭയങ്കര സന്തോഷമായി. കാരണം നമ്മള് പുറത്ത് കൊണ്ടുപോകും, ഗ്രൗണ്ടിൽ കൊണ്ടുപോകും വിചാരിച്ചു. പക്ഷെ മിസ് പറഞ്ഞു ക്ലാസ്സിൽ ഇരുന്നാൽ മതി, നമ്മളിത് ഗ്രൗണ്ടിൽ പോകില്ല. അപ്പൊ ഭയങ്കര വിഷമമായിട്ടാണ്. പക്ഷെ എന്നാലും മിസ് പറഞ്ഞൊരു കാര്യമുണ്ട്. ഇന്ന് ഇവിടെ ഒരു സംഭവം നടന്നല്ലോ, എല്ലാവരും ഭയങ്കര ഷോക്കായി നിന്ന ഒരു സംഭവം ഉണ്ടായല്ലോ എന്ന് ചോദിച്ചു. ഞങ്ങൾ പറഞ്ഞു എന്താ നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പൊ എന്താണ്, ആരാണ് അതിൽ കാരണം ചോദിച്ചു. ഞങ്ങൾ പറഞ്ഞു സോണി അവളാണ് കാരണം എന്ന് പറഞ്ഞു. അപ്പൊ ടീച്ചർ പറഞ്ഞൊരു കാര്യമാണ്, ഇവിടെ എത്ര മണിക്ക് ഇവിടെ പ്രാക്ടീസിന് വരണേന്ന് നിങ്ങൾക്ക് അറിയുമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു എനിക്കറിയാം കറക്റ്റ്. ഞാൻ 6:30 എഴുന്നേൽക്കുമ്പോ അവളവിടെ വീട്ടിലുണ്ടാവില്ല. കാരണം അവൾക്ക് 6:30 ഗ്രൗണ്ടിലെത്താം. 6:30 വരുമെന്ന് പറഞ്ഞു. ഇവിടെ നിന്ന് എപ്പോഴാ പോണേന്ന് അറിയാമെന്ന് ചോദിച്ചു. അതും 6:30-7 മണി ആകുമ്പോഴേക്കാണ് വീട്ടിലേക്ക് പോകുന്നത്. അത് കഴിഞ്ഞ് വീട്ടിൽ ചെന്നിട്ട് അവൾ കുറച്ച് ടൈം എന്ത് ചെയ്യുന്നുള്ളൂ, പഠിക്കുന്നുള്ളൂ. എല്ലാവർക്കും അറിയാം അധികം സമയം പഠിക്കാൻ സമയമില്ല. അന്ന് നമ്മളൊന്നും ഒത്തിരി 8ാം ക്ലാസ് ആണ്, ഒത്തിരി ലേറ്റ് ഒന്നായിട്ടൊന്നും പഠിച്ച് കടന്നുറങ്ങാൻ ആ ഒരു ടൈമിലേക്ക് ആയിട്ടില്ല. അപ്പൊ എന്താ പറയാ, അവള് കുറച്ച് ടൈമേ പഠിക്കുന്നുള്ളൂ. പക്ഷെ അവളുടെ ബ്രെയിൻ ഡെവലപ്മെന്റ് അല്ലെങ്കിൽ അവള് എന്തുകൊണ്ടാണ് ഇത്ര ഗ്രാസ്പ് ചെയ്യുന്നതെന്ന് നിങ്ങൾക്ക് അറിയുമോ ചോദിച്ചു. ഞങ്ങളൊക്കെ കിളി പോയ പോലെ ഇരിക്കുകയാണ്. ഞങ്ങൾക്കൊന്നും അറിഞ്ഞൂടാ. കാരണം എന്താണ്, അവൾ എങ്ങനെയോ എന്തോ മാജിക് കാണിച്ച് മാക്സിമം മാർക്ക് വാങ്ങിച്ചെന്ന് അത്രയും നേരം ഞങ്ങൾ എല്ലാവരും വിചാരിച്ചിരുന്നത്. അതെന്തുകൊണ്ടാണെന്ന് മിസ് പറഞ്ഞു. കാരണം ഈ നമ്മള് ഫിസിക്കൽ ആക്ടിവിറ്റീസുകളൊക്കെ കൂടുതലായിട്ട് ചെയ്യുന്നവരുടെ ബ്രെയിൻ ഡെവലപ്മെന്റ് കൂടുതലായിരിക്കും. അതാണ്
മെന്റൽ ഡെവലപ്മെന്റ് കൂടുതലായിരിക്കും. ഫിസിക്കൽ ആക്ടിവിറ്റീസുകൾ കൂടുതലായിട്ട് ചെയ്യുന്ന കുട്ടികളുടെ ബ്രെയിൻ ഡെവലപ്മെന്റ് എങ്ങനെയായിരിക്കും? ഹൈ ആയിരിക്കും. ഞങ്ങൾക്കതൊരു അത്ഭുതമായി. കാരണം ചില ഫിസിക്കൽ ആക്ടിവിറ്റീസ് സ്പോർട്സിലൊക്കെ സാധാരണ രീതിയിൽ പങ്കെടുക്കുന്ന കുട്ടികൾ എങ്ങനെയാണ് മാർക്ക് കുറവുള്ള കുട്ടികളാണ് ഞങ്ങളുടെ ഒരു മൈൻഡിൽ ഉണ്ടായിരുന്നത്. മാർക്ക് പഠിക്കാത്ത കുട്ടികൾ ഗ്രേസ് മാർക്കിന് വേണ്ടിയിട്ടാണ് സ്പോർട്സിലും എന്ത് ചെയ്യുന്നത് ചേരുന്നതെന്ന്. പക്ഷേ ആള് എൻറ്റയർലി ഡിഫറെന്റ് ആണ്. ഇങ്ങനെയാണ് അവളുടെ ബ്രെയിൻ ഡെവലപ്മെന്റ് കുറച്ച് കൂടുതലാണ്. കാരണം അവള് കൂടുതലായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? മൂവ്മെന്റ്സ് ചെയ്യുന്നുണ്ട്. അവളുടെ ഇത് എന്താ പറയാ, അവളുടെ സ്പോർട്സ് ഐറ്റംസ് അതായിട്ട് റിലേറ്റഡ് ആണ്. മൂവ്മെന്റ്സ് കൂടുതലാണ് ഈ ഉള്ള ആക്ടിവിറ്റീസ് നമ്മൾ ചെയ്യുന്നത്. റിലേ, അതേപോലെ തന്നെ കബഡി, അങ്ങനെ കുറച്ച് സ്പോർട്സ് ഐറ്റംസ് അവൾ ചെയ്തിരുന്നുണ്ട്. അതേപോലെ തന്നെ സ്റ്റേറ്റിൽ പോകും, ഫസ്റ്റ് കിട്ടും. ഞങ്ങൾക്ക് ഭയങ്കര, ഞങ്ങളുടെ ആ സമയത്ത് ഞങ്ങൾ സ്പോർട്സ് എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ സ്കൂളിൽ ഭയങ്കര പ്രശസ്തി വരുന്നു, ഭയങ്കര പ്രൈസ് കിട്ടിയിരുന്ന ടൈമായിരുന്നു. ഇവരുടെയൊക്കെ ഫോട്ടോണ്ടാണ് കേട്ടോ. സോ നമ്മള് മൂവ്മെന്റ്സ് കൂടുതലുള്ള കുട്ടികളുടെ മെന്റൽ ഡെവലപ്മെന്റ്, ഫിസിക്കൽ ഡെവലപ്മെന്റ് അല്ലെങ്കിൽ ഫിസിക്കൽ ആക്ടിവിറ്റീസ് കൂടുതലായിട്ടുള്ള കുട്ടികളുടെ മെന്റൽ ഡെവലപ്മെന്റ് എങ്ങനെയായിരിക്കും? കൂടുതലാണ്. സോ മൂവ്മെന്റ്സും നമ്മുടെ എന്താണ് മെന്റൽ ഡെവലപ്മെന്റും തമ്മിൽ എന്തുണ്ട്? ഒരു കണക്റ്റിംഗ് ലിങ്ക് ഉണ്ട്. മൂവ്മെന്റ്സും മെന്റൽ ഡെവലപ്മെന്റും തമ്മിൽ കണക്റ്റിംഗ് ലിങ്ക് ഉണ്ട്. ഞാൻ എന്റെ ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. മൂവ്മെന്റ്സ് ആൻഡ് തോട്ട്സ് ആർ കണക്റ്റഡ് ടു ഈച്ച് അതേഴ്സ്. പക്ഷേ നമ്മൾ മോണ്ടിസോറിയിലേക്ക് വരുമ്പോൾ ത്രൂ മൂവ്മെന്റ്സിലൂടെ, ത്രൂ വർക്കിങ്ങിലൂടെ നമുക്ക് എല്ലാ കുട്ടികളെയും അതേപോലെ ആക്കിയെടുക്കാം എന്നാണ് മോണ്ടിസോറി പറയുന്നത്. മോണ്ടിസോറി മൂവ്മെന്റ്സിന് വളരെ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടാണ് നമ്മൾ ഈ ഒരു എന്താ പറയാ മെത്തേഡ് എന്ത് ചെയ്തിരിക്കുന്നത്? ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. നമ്മളിവിടെ ലെക്ചർ ക്ലാസ്സുകളെല്ലാം കൂടുതലായിട്ട് കൊടുക്കുന്നത് മോണ്ടിസോറി മെത്തേഡ്സുകളാണ്. കുട്ടികൾ വർക്കിലൂടെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഓരോ കാര്യങ്ങളും നമ്മൾ അവർക്ക് ട്രെയിൻ ചെയ്ത് കൊടുക്കുന്നത്. സോ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് പറയുന്നത് മൂവ്മെന്റ്സ് ആണ്. മൂവ്മെന്റ്സും അതേപോലെ തന്നെ തോട്ടും കണക്റ്റഡ് ആണ്. അതേപോലെ തന്നെ വേറൊരു കാര്യം, സ്പോർട്സ് വിടും. ഓക്കെ, നമ്മള് ഡാൻസ് ആരെങ്കിലും പെർഫോം ചെയ്യും? ക്ലാസിക്കൽ ഡാൻസ് ഒക്കെ ആരില്ല. ഓക്കെ, നമ്മൾ ഡാൻസിലൊക്കെ പെർഫോം ചെയ്യുമ്പോൾ ഐ, ബ്രെയിൻ, ഹാൻഡ് കോർഡിനേഷൻ അല്ലെങ്കിൽ ഹൈ ബ്രെയിൻ ഹാൻഡ് മൂവ്മെന്റ്സ് വളരെ ഇമ്പോർട്ടന്റ് അല്ലേ? അല്ലേ? അപ്പോ അങ്ങനെ നമ്മുടെ ഹൈ ഹാൻഡ് കോർഡിനേഷൻ പ്രോപ്പർ ആയിട്ടുള്ള ആൾക്കാർക്ക് എന്താണ് ഡെവലപ്മെന്റ്, മെന്റൽ ഡെവലപ്മെന്റ് കുറച്ച് കൂടുതലായിരിക്കും. അല്ലെങ്കിൽ അവർക്ക് കുറച്ചും കൂടി കുറച്ചും കൂടി ഡെവലപ്മെന്റ് കൂടുതലായിരിക്കും എന്ന് പറയുന്നുണ്ട്. ഇപ്പൊ ഡാൻസ് ആവട്ടെ, സ്പോർട്സ് ആവട്ടെ, അങ്ങനെ ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ട് കേട്ടോ. ഫിസിക്കലി നമ്മൾ കുറച്ചും കൂടി എന്താ പറയാ ആക്ടിവിറ്റീസിൽ എൻഗേജ് ചെയ്യുമ്പോൾ ഈ പറയുന്ന മെന്റൽ ഡെവലപ്മെന്റ് കുറച്ച് ഹൈ ആയിരിക്കും. നമുക്ക് നോക്കാം എന്തൊക്കെയാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, Montessori described that movements is very important factor in child development. മൂവ്മെന്റ്സ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫാക്ടർ ആണ് കുട്ടിയുടെ ഡെവലപ്മെന്റിൽ. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫാക്ടർ ആണ് എന്ത്? മൂവ്മെന്റ്സ്. Montessori wrote that many schools try to give preference to lessons which involve using your active and movements in normally placed under exercise, physical education or games. നമ്മളൊന്ന് ആലോചിച്ച് നോക്കി, സാധാരണ എല്ലാ സ്കൂളുകളും എങ്ങനെയാണ് കൂടുതലായിട്ട് പ്രിഫറൻസ് എന്തിനാ കൊടുക്കുന്നത്? ലെസൺസിനല്ലേ, ലെക്ചറല്ലേ, അല്ലാതെ സ്പോർട്സിനോ അല്ലെങ്കിൽ ഫിസിക്കൽ എഡ്യൂക്കേഷനോ അല്ലല്ലോ. പക്ഷെ if that is done, the close connection that movements and developing mind, intelligence has been neglected. ശരിക്കും പറഞ്ഞാല് ഇവിടെ എന്താ പ്രശ്നം പറ്റുന്നത്? നമ്മൾ ഫിസിക്കൽ ആക്ടിവിറ്റീസിന് ഇമ്പോർട്ടൻസ് കൊടുക്കാതെ വരുമ്പോൾ നമ്മുടെ ഇന്റലിജൻസ് ഡെവലപ്മെന്റ് കുറയുന്നു, കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് കുറയാണ് ഇവിടെ വരുന്നത്. ഓക്കെ, അപ്പോ ഇഫ് ദാറ്റ് ഇസ് ഡൺ, ക്ലോസ് കണക്ഷൻ, മൂവ്മെന്റ്സും മൈൻഡും തമ്മിൽ എന്തുണ്ട്? ക്ലോസ് ആയിട്ടുള്ള കണക്ഷൻ ഉണ്ട്. സോ നല്ല മൂവ്മെന്റ്സ് ഉള്ള കുട്ടികളാണെങ്കിൽ ഡെവലപ്മെന്റ് എങ്ങനെയായിരിക്കും? ഹൈ ആയിരിക്കും. അല്ലാത്ത കുട്ടികളാണെങ്കിൽ ഡെവലപ്മെന്റ് മൈൻഡ് എങ്ങനെയായിരിക്കും? ലോ ആയിരിക്കും. നമ്മളൊന്ന് ചുമ്മാ ഒന്ന് ആലോചിച്ച് നോക്കുക. ഒരു വീട്ടിൽ 2 കുട്ടികളുണ്ട്. മൂത്ത കുട്ടി പുറത്തൊന്നും പോയി കളിക്കില്ല, വേറെ ആക്ടിവിറ്റീസ് ഒന്നും പോകില്ല, പുറത്തൊന്നും പോലെ ഫുൾ ടൈം വീട്ടിൽ തന്നെ ടിവിയുടെ ഫ്രണ്ടിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഫോണിലൊക്കെയാണ് ആള് ടൈം ഫുൾ സ്പെൻഡ് ചെയ്യുന്നത്.
പക്ഷെ രണ്ടാമത്തെ കുട്ടി ഭയങ്കര ആക്റ്റീവ് ആണ്, ആള് പുറത്തൊക്കെ പോയി കളിക്കും. എന്നുവെച്ചാല് നമ്മളുടെ ഈ ഒരു പ്രായത്തിൽ 12 വയസ്സൊക്കെ ഉള്ള ഒരു കുട്ടിയുടെ ടൈം ആലോചിച്ചിട്ട് ഭയങ്കര ആക്റ്റീവ് ആണ്, സൈക്കിൾ ഔട്ടാൻ പോകുന്നു, ഫ്രണ്ട്സിന്റെ ഒപ്പം കളിക്കാൻ പോകുന്നു, അങ്ങനെ ഒരുപാട് ടൈം അവൻ പുറത്താണ് സ്പെൻഡ് ചെയ്യുന്നത്. ഇതിൽ ഏത് കുട്ടിക്കാണ് മൂവ്മെന്റ്സ് കൂടുതൽ? ഇളയ കുട്ടിക്കാണ് മൂവ്മെന്റ്സ് കൂടുതൽ അല്ലെ? മൂത്ത കുട്ടി വെറുതെ വീട്ടിലിരിക്കുക അല്ലെ? അപ്പൊ ഇളയ കുട്ടിക്കാണ് മൂവ്മെന്റ്സ് എന്ത് കൂടുതൽ. അപ്പൊ ഏത് കുട്ടിയായിരിക്കും മൈൻഡിന്റെ ഡെവലപ്മെന്റ് ഫസ്റ്റ് കൈവരിക്കുന്നത്? സെക്കൻഡ് ആണ്. ഓക്കെ, മൂവ്മെന്റ്സ് കൂടുതലുള്ള കുട്ടികളിലെ ഡെവലപ്മെന്റ് ഓഫ് മൈൻഡ് ഫസ്റ്റ് കൈവരിക്കും. മൂവ്മെന്റ്സ് കുറവാണെങ്കിൽ ഡെവലപ്മെന്റ് കുറവായിരിക്കും. നമ്മളുടെ സാധാരണ പഴയ ക്ലാസ് റൂം, നമ്മളുടെ സാധാരണയുള്ള ക്ലാസ് റൂം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ മൂവ്മെന്റ്സ് ഭയങ്കര റെസ്ട്രിക്റ്റഡ് ആണ്. നമുക്ക് വിത്തൗട്ട് പെർമിഷൻ നമുക്കൊന്ന് മൂവ് ചെയ്യാനോ ഒന്ന് എഴുന്നേക്കാൻ പോലും അതിന്റെ കൊടുക്കുന്നില്ല, അവസരങ്ങൾ കൊടുക്കുന്നില്ല. സോ അവിടെ അവർക്ക് ഒരുപാട് റെസ്ട്രിക്ഷൻസ് ഫേസ് ചെയ്യുന്നതായിട്ട് വരുന്നുണ്ട്. നമുക്ക് നോക്കാം നെക്സ്റ്റ് പാരഗ്രാഫ്. മൂവ്മെന്റ്സ് is said to be help the development of mind. The brain brings the center of the thought, then the movements carried out by the signals which the brain send. Okay, നമ്മുടെ മൂവ്മെന്റ്സ് എങ്ങനെയാണ് ഹെൽപ്പ് ചെയ്യുന്നു? ഡെവലപ്മെന്റ് ഓഫ് മൈൻഡിനെ ഹെൽപ്പ് ചെയ്യുന്നു എന്ന് പറഞ്ഞു. ബ്രെയിൻ ആണ് നമ്മുടെ തോട്ടിന്റെ ഒക്കെ സെന്റർ ആയിട്ട് പ്രവർത്തിക്കുന്നത്. മൂവ്മെന്റ്സിലൂടെ അത് മൂവ്മെന്റ്സ് മൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ബ്രെയിനിലേക്ക് പ്രോപ്പർ ആയിട്ട് എന്ത് ചെയ്യണം? സിഗ്നൽസ് സെൻഡ് ചെയ്യണം. It is not just use the help as breathe and move, but also to develop if the action which occurs is connected with the mental activity going on. അപ്പൊ നമ്മളുടെ ഇത് സാധാരണ ബ്രീത്ത് ചെയ്യുക, അല്ലെങ്കിൽ ശ്വസിക്കുക, അല്ലെങ്കിൽ മൂവ് ചെയ്യുക എന്നത് മാത്രമല്ല കേട്ടോ ഈ മൂവ്മെന്റ്സ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആക്ഷൻ എന്ന് പറയുന്നത്. ആക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ മെന്റൽ ആക്ടിവിറ്റി എങ്ങനെയാണ്, ആക്ഷനും മെന്റൽ ആക്ടിവിറ്റിയും നമ്മൾ എന്താണ് കണക്ഷൻ എന്നാണ് നമ്മൾ നോക്കുന്നത്. ദിസ് ഈസ് ലിങ്ക്ഡ് with as being able to move. അതുകൊണ്ടാണ് ഈ മെന്റൽ ആക്ടിവിറ്റിയും നമ്മുടെ ആക്ഷൻസ് ഒക്കെ കണക്റ്റഡ് ആയതുകൊണ്ടാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്? ഫ്രീ ആയിട്ട് മൂവ് ചെയ്യാൻ പറ്റുന്നത്. enable us to analyze, നമുക്ക് അനലൈസ് ചെയ്യാൻ പറ്റുന്നത്. and learn about our surroundings, നമ്മുടെ ചുറ്റുപാട് നമുക്ക് മനസ്സിലാക്കുന്നത്. and also enable us to express our personality, നമ്മളുടെ പേഴ്സണാലിറ്റി എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നത് through movements. നമ്മുടെ മൂവ്മെന്റ്സിലൂടെയാണ് ഇത്രയും കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. എന്നുവെച്ചാല് മൂവ്മെന്റ്സും നമ്മളുടെ മെന്റൽ ആക്ടിവിറ്റിയും തമ്മിൽ കണക്റ്റഡ് ആണ്. നമ്മൾ കാര്യം അനലൈസ് ചെയ്യുന്നു, അതിനെ കുറിച്ച് പഠിക്കുന്നു, ലേൺ ചെയ്യുന്നു, നമ്മുടെ ചുറ്റുപാട് നമ്മൾ നിരീക്ഷിക്കുന്നു, നമ്മുടെ പേഴ്സണാലിറ്റി എക്സ്പ്രസ് ചെയ്യുന്നു. ഇതെല്ലാം മൂവ്മെന്റ്സ് ആയിട്ട് കണക്റ്റഡ് ആണ്. ആസ് മോണ്ടിസോറി റൈറ്റ്സ്, the greatest of the philosophers must use speech or write to convey this idea. So ഒരുപാട് ഫിലോസഫേഴ്സ് പറയുന്നുണ്ട് മൂവ്മെന്റ്സ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണ്. ഒരുപാട് ഫിലോസഫേഴ്സ് അവരുടെ ഐഡിയയിലൂടെ കൺവേ ചെയ്യാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. Our movements allow to philosopher speech or write to convey his idea, and this involved muscular movements. ഇത് എന്തിനെ കുറിച്ചാണ് പറയുന്നത്? മസ്കുലാർ മൂവ്മെന്റ്സിനെ കുറിച്ചാണ് പറയുന്നത്. Our movements allow us to contact outer world, bringing alive our creative thoughts, and a crucial role in playing creative relationship. നമ്മുടെ മൂവ്മെന്റ്സ് ആണ് നമ്മളും ഔട്ടർ വേൾഡ് ആയിട്ടുള്ള ഒരു കണക്ഷൻ ക്രിയേറ്റ് ചെയ്യുന്നത്. നമുക്ക് കാര്യങ്ങൾ ചിന്തിച്ച് പ്രവർത്തിക്കാൻ പറ്റുന്നത്, ഓരോ കാര്യങ്ങൾ മനസ്സിലാക്കുന്നത് എല്ലാം നമ്മളുടെ മൂവ്മെന്റ്സിലൂടെയാണ്. സോ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്രൂഷ്യൽ ആയിട്ടുള്ള റോള് ഒരു വ്യക്തിയിൽ പ്ലേ ചെയ്യുന്നത് എന്താണ്? നമ്മുടെ മൂവ്മെന്റ്സ് ആണ്. She stated that movements is therefore an essential part of the life. നമ്മുടെ മൂവ്മെന്റ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ലൈഫിന്റെ ഏറ്റവും എസെൻഷ്യൽ ആയിട്ടുള്ള പാർട്ടാണ്. And education can be seen as moderator or restraint. അല്ലാത്ത പക്ഷം അവിടെ എന്ത് ചെയ്ത് സ്റ്റോപ്പ് ആയിട്ട് നിൽക്കും, അല്ലെങ്കിൽ അവിടെ തടസ്സപ്പെടും നമ്മുടെ എഡ്യൂക്കേഷൻ. അവിടെ അല്ലെങ്കിൽ നമ്മുടെ നോളജ് അല്ലെങ്കിൽ ഇന്റലിജൻസ് അവിടെ വെച്ച് എന്ത് ചെയ്യും? സ്റ്റോപ്പ് ആകും എന്നാ പറയണ്ടേ. ഒരു മൂവ്മെന്റ്സും ഇല്ല, ഒന്നും ചെയ്യുന്നില്ല, ഒരു ആക്ടിവിറ്റീസും ചെയ്യുന്നില്ലെങ്കിൽ അവിടെ എന്ത് വരുന്നു? ഒരുപാട് പ്രശ്നങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ട്. നല്ല മൂവ്മെന്റ്സ് ഉള്ള കുട്ടികളാണെങ്കിൽ പെട്ടെന്ന് അവർക്ക് കാര്യങ്ങൾ ക്യാച്ച് ചെയ്യാനൊക്കെ പറ്റും. The true purpose of movements is to give the end of existence the development of the mind. മൈൻഡിന്റെ ഡെവലപ്മെന്റ് ആണ് മൂവ്മെന്റ്സ് എന്ന് പറയുന്നത്. ട്രൂ പർപ്പസ് എന്താണ്? പ്രോപ്പർ ആയിട്ടുള്ള മെന്റൽ ഡെവലപ്മെന്റ് ആണ്. മെന്റൽ ഡെവലപ്മെന്റ് മസ്റ്റ് ബി കണക്റ്റഡ് വിത്ത് മൂവ്മെന്റ്സ്. നമ്മുടെ മൂവ്മെന്റ്സ് ആയിട്ട് കണക്റ്റഡ് ആണ് എന്ത്? മെന്റൽ ഡെവലപ്മെന്റ്. എന്താണ് മൂവ്മെന്റ്സ് ആയിട്ട് കണക്റ്റഡ്? എന്താണ് മൂവ്മെന്റ്സ് ആയിട്ട് കണക്റ്റഡ്?
mental development ആണ് movements ആയിട്ട് connected. All movements have the most tricky and delicate machinery, but is man none of it is settled at birth. നമുക്ക് മൂവ്മെന്റ്സ് നമ്മൾ ജനിക്കുമ്പോൾ തന്നെ നമുക്ക് മൂവ്മെന്റ്സ് ഉണ്ടോ? കുട്ടികൾക്ക് മൂവ്മെന്റ്സ് ഉണ്ടോ ജനിക്കുമ്പോൾ തന്നെ? ജസ്റ്റ് സിമ്പിൾ ആയിട്ടുള്ള മൂവ്മെന്റ്സ് അല്ല കേട്ടോ, അവർക്ക് നടക്കാൻ പറ്റുന്നുണ്ടോ? സാധാരണ നമ്മള് അനിമൽസ് അല്ലെങ്കിൽ മൃഗങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോ, അനിമൽസിനെ അപേക്ഷിച്ച് നോക്കുമ്പോ ഹ്യൂമൻ ബീങ്സിന് മൂവ്മെന്റ്സ് എപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങുന്നത്? ജനിച്ചതിന് ശേഷമല്ലേ? ബർത്തിന് ശേഷമല്ലേ? അതെ അല്ലേ? ചൈൽഡ് ഡെവലപ്മെന്റ് പറയുന്ന ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ടാവും. ഓരോ ഈച്ച് സ്റ്റേജസ് ഓഫ് ഡെവലപ്മെന്റ് ഇന്ന ഇയർ മുതൽ ഇന്ന മാസം മുതൽ ഇന്ന മാസം വരെ എങ്ങനെയായിരിക്കും എന്ന് ഓരോ മാസത്തിലും വരുന്ന മാറ്റങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. കാരണം മൂവ്മെന്റ്സ് മനുഷ്യരിൽ അറ്റ് ബർത്ത് ഇല്ല, ഒരു മൂവ്മെന്റ്സ് ഇല്ല. അവന്റെ ബ്രെയിൻ ഡെവലപ്മെന്റ് സംഭവിക്കുന്നതിനനുസരിച്ചാണ് അവന്റെ മൂവ്മെന്റ്സ് സ്റ്റാർട്ട് ചെയ്യണത്. നിങ്ങൾ ഹെഡ് ടു ഫുഡ് ട്രെൻഡ്, സെഫലോകോഡൽ ട്രെൻഡ് ഒക്കെ പഠിച്ചിട്ടില്ലേ? എന്താണ്? ആദ്യം നമ്മുടെ ഹെഡ് റീജിയൻ ആണ് ഡെവലപ്മെന്റ് സംഭവിക്കുന്നത്. ദെൻ നമ്മുടെ ബോഡി പാർട്ട് പതുക്കെ 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 ഡെവലപ്പ് ആകുന്നു. നമ്മുടെ ഹാൻഡ് മൂവ്മെന്റ്സ് കറക്റ്റ് ആകുന്നു. ദെൻ നമുക്ക് മുട്ടിലഴയാൻ തുടങ്ങുന്നു. അതും കഴിഞ്ഞ് ഒരുപാട് സമയം കഴിഞ്ഞിട്ടാണ് നമ്മുടെ ഫുട്ടിലേക്ക് എന്ത് വരുന്നത്? ഡെവലപ്മെന്റ് സംഭവിക്കുന്നത്. അറ്റ് ലാസ്റ്റ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? നടന്നു തുടങ്ങുന്നത്. സോ ആ സമയം ആകുമ്പോഴേക്കാണ് നമ്മുടെ മൂവ്മെന്റ്സ് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങുന്നത്. നോക്കാം. ഓൾ ദ ബട്ട് ഇൻ മാൻ നൺ ഓഫ് ഇറ്റ് ഈസ് സെറ്റിൽഡ് അറ്റ് ബർത്ത്. നമ്മൾ ജനിക്കുമ്പോൾ തന്നെ അതിന്റെ മൂവ്മെന്റ്സ് ഇല്ല. ഇറ്റ് ഹാസ് ബീൻ ഫോംഡ് പെർഫെക്റ്റ്ലി ബൈ ദ ചൈൽഡ് ആക്ടിവിറ്റി ഇൻ ദ വേൾഡ്. നമ്മൾ ഓരോ ആക്ടിവിറ്റി ചെയ്യുന്നതിലൂടെയാണ് ഈ മൂവ്മെന്റ്സ് വരുന്നത്. ദ ചൈൽഡ് ഹാസ് ആൻ ഇന്റേണൽ പവർ ടു ബ്രിങ് അബൌട്ട് കോർഡിനേഷൻ. കോർഡിനേഷനോട് കൂടി ഓരോ ആക്ടിവിറ്റീസ് ചെയ്താലാണ് മൂവ്മെന്റ്സ് സംഭവിക്കുന്നത്. Movements and activity are natural functions of childhood and learn come through them. അപ്പൊ നമ്മൾ മൂവ്മെന്റ്സും ഈ ഒരു ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ നാച്ചുറൽ ആണ് കുട്ടികളിൽ. അത് അവർ ആ ടൈം പീരിയഡിനനുസരിച്ച് അത് വന്നുകൊണ്ടേയിരിക്കും. ആക്ടിവിറ്റി ബിക്കം മോർ ആൻഡ് മോർ ഇമ്പോർട്ടൻറ്റ് ടു ദ ഡെവലപ്മെന്റ്. നമുക്കറിയാം ഓരോ ആക്ടിവിറ്റീസും കുട്ടികളിൽ എന്താണ് മോർ ആൻഡ് മോർ ഇമ്പോർട്ടന്റ് ആണ്. നമ്മുടെ കുട്ടിയുടെ ഡെവലപ്മെന്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ദിസ് ദ മൂവ്മെന്റ് സ്റ്റാർട്ട് ദ ഇന്റലിജന്റ് വർക്ക്. നമ്മുടെ മൂവ്മെന്റ്സ് സ്റ്റാർട്ട് ആകുമ്പോൾ മുതലാണ് കുട്ടിയുടെ ബുദ്ധി വികസിച്ചു തുടങ്ങുന്നത്. The child coordinate his own movements and record the emotion he experienced in coming into contact with the external world. അപ്പൊ അവൻ മൂവ്മെന്റ്സ് എന്ത് ചെയ്യുന്നു? മൂവ്മെന്റ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് അവൻ ആക്ടിവിറ്റീസ് എല്ലാം നല്ല രീതിയിൽ കോർഡിനേറ്റ് ചെയ്യുന്നു. അവൻ മൂവ്മെന്റ്സ് കോർഡിനേറ്റ് ചെയ്യുന്നു, അതിന്റെ ഇമോഷൻസ് അവൻ എക്സ്പീരിയൻസ് ചെയ്യുന്നു. ഇതെല്ലാം എന്തുകൊണ്ടാണ്? നമ്മൾ എക്സ്റ്റേണൽ വേൾഡ് ആയിട്ട് വരുന്ന ഈ കോണ്ടാക്ടിലൂടെയാണ് എന്ത് ചെയ്യുന്നത്? ഈ ഓരോ കാര്യങ്ങളും അവർ ഒബ്റ്റെയിൻ ചെയ്യുന്നത്. മൂവ്മെന്റ്സ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫാക്ടർ ആണ്. മെന്റൽ ഡെവലപ്മെന്റിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫാക്ടർ ആണ് എന്ത്? മൂവ്മെന്റ്സ് എന്ന് പറയുന്നത്. മൂവ്മെന്റ്സും മെന്റൽ ഡെവലപ്മെന്റും ക്ലോസ്ലി കണക്റ്റഡ് ആണ്. അറ്റ് ബർത്ത് നമ്മൾ കുട്ടികൾക്ക് മൂവ്മെന്റ്സ് ഇല്ല. ദെൻ അവരുടെ ബ്രെയിൻ ഡെവലപ്മെന്റ് സംഭവിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് കോർഡിനേഷൻ കൺട്രോളിന്റെ ഭാഗമായിട്ടാണ് അവന് മൂവ്മെന്റ്സ് സംഭവിക്കുന്നത്. അവന്റെ എക്സ്പീരിയൻസിലൂടെ അവൻ ലേൺ ചെയ്യുന്നുണ്ട്. അവൻ ചുറ്റുപാട് ലേൺ ചെയ്യുന്നതിലൂടെയാണ് അവൻ ഈ മൂവ്മെന്റ്സും അതേപോലെ മെന്റൽ ഡെവലപ്മെന്റ് കൈവരിക്കുന്നത്. Okay. Then movements the child obtain are not chosen haphazardly but fixed. നമുക്ക് മൂവ്മെന്റ്സ് ഫിക്സഡ് ആണെന്ന് പറയാൻ പറ്റൂലേ? ഇന്ന ഏജില് ഒരു 2 മാസം ആകുമ്പോ 3 മാസം ആകുമ്പോ കുട്ടികൾ തല ഉറക്കണം, തല ഇങ്ങനെ പൊക്കി പിടിക്കണം. ഒരു 5 months ഒക്കെ ആകുമ്പോഴേക്കും എന്ത് ചെയ്യണം? കമന്ന് വീഴണം. ഒരു 8 months ആകുമ്പോഴേക്കും മുട്ടിലെഴയണം. 10 months ഇരിപ്പുറയ്ക്കണം. ഒരു 1 year ബാലൻസ് ചെയ്ത് നിൽക്കാനായിട്ട് ശ്രമിക്കണം. ഒരു 1 year കഴിയുമ്പോൾ സ്റ്റെപ്പ് 1 year to 1.5 year വരെ നടക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്യും. 1.5 years കഴിയുമ്പോൾ അവനോടാന് സ്റ്റെയർ കയറാനൊക്കെ തുടങ്ങും. ഓക്കെ, അത് ഓരോന്നും ആ ഒരു ഏജിനനുസരിച്ച് വന്നുകൊണ്ടിരിക്കും. ഫിക്സഡ് അല്ലേ? ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഫിക്സഡ് അല്ലേ? അതെ. കുട്ടികളനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും, എന്നാലും ഏകദേശം ഫിക്സഡ് ആയിട്ട് സംഭവിക്കുന്ന ഒരു മൂവ്മെന്റ്സ് ആണ് ഈ പറഞ്ഞത്. In the sense that each proceed out of particular period of improvement. ഓരോ പീരീഡിലും അവരിൽ വരുന്ന മാറ്റങ്ങൾ അനുസരിച്ചിട്ടാണ് ഈ ഓരോ കാര്യങ്ങൾ സംഭവിക്കുന്നത്. When the child begins to move, his mind, able to absorb, has already taken in his surrounding. അവൻ മൂവ് ചെയ്ത് തുടങ്ങുമ്പോൾ മുതൽ അവന്റെ മൈൻഡ് ഓരോ കാര്യങ്ങളും അബ്സോർബ് ചെയ്യാനായിട്ട് തുടങ്ങും. അതേപോലെ തന്നെ അവർ ചുറ്റുപാടുമുള്ള കാര്യങ്ങളൊക്കെ അവൻ എന്ത് ചെയ്യാൻ തുടങ്ങും? മനസ്സിലാക്കാനായിട്ട് തുടങ്ങും.
He is directed by a cryptic power, great and wonderful, that is manifested little by little. ഒരുപാട് കാര്യങ്ങൾ അവൻ മനസ്സിലാക്കാൻ തുടങ്ങും, ഒരുപാട് കാര്യങ്ങൾ അവൻ അറിയാനായിട്ട് തുടങ്ങും. അതേപോലെ തന്നെ ഓരോന്നായിട്ട് അവന് മനസ്സിലാക്കി തുടങ്ങും. In this way, he became man. അതിലൂടെയാണ് അവൻ എന്തായിട്ട് മാറുന്നത്? മനുഷ്യനായിട്ട് മാറുന്നത്. He does it his hands by experience. നമ്മുടെ മൂവ്മെന്റ്സിൽ ഏറ്റവും ഇമ്പോർട്ടൻസ് എന്തിനാ കൊടുക്കുന്നത് അറിയാമോ? ഏത് മൂവ്മെന്റ്സിനാണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്? ഹാൻഡ് മൂവ്മെന്റ്സിനാണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. നമ്മള് കുട്ടികളില് ഹാൻഡ് മൂവ്മെന്റ്സ്, ഐ ആൻഡ് ഹാൻഡ് കോർഡിനേഷൻ ആണ് വളരെ ഇമ്പോർട്ടന്റ്. എന്നാലും ഹാൻഡ് മൂവ്മെന്റ്സിനാണ് കൂടുതലായിട്ട് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ഹാൻഡ്സ്, ഹൗ ഹി ഡസ് ഇറ്റ് വിത്ത് ഹിസ് ഹാൻഡ്സ് ബൈ എക്സ്പീരിയൻസ്. ഓരോ കാര്യങ്ങൾ അവൻ അതിലൂടെ എക്സ്പീരിയൻസ് ചെയ്യുന്നു. ഫസ്റ്റ് ഇൻ പ്ലേ ത്രൂ വർക്ക്. അവൻ ആദ്യം ഓരോ മെറ്റീരിയൽസ് യൂസ് ചെയ്ത് പ്ലേ ചെയ്താൽ തുടങ്ങുന്നത്, കളിച്ചാൽ തുടങ്ങുന്നത്. ദ ഹാൻഡ് ഹാസ് ആൻ ഇൻസ്ട്രുമെന്റ് ഓഫ് മാൻസ് ഇന്റലിജൻസ്. നമ്മളുടെ കൈയാണ് മനുഷ്യന്റെ ഏറ്റവും വലിയ ഇന്റലിജൻസിന്റെ പാർട്ട് എന്ന് പറയാൻ നമുക്ക് പറ്റുന്നത്. ഇപ്പൊ നമ്മൾ പറയും ഹാൻഡ്സ്, നമ്മൾ കണ്ണല്ലേ, കണ്ണ് കാണാത്ത ആൾക്കാരും ഭൂമി അല്ലെങ്കിൽ നമ്മൾ ഓരോ ആക്ടിവിറ്റീസ് ചെയ്യുന്നില്ലേ, അതെല്ലാം എന്ത് ചെയ്തുകൊണ്ടാണ്? ടച്ച് ചെയ്ത് നോക്കി, സെൻസ് ചെയ്ത് നമ്മുടെ ഹാൻഡ്സ് അല്ലെങ്കിൽ നമ്മുടെ കൈ അല്ലെങ്കിൽ നമ്മൾ ഓരോ കാര്യങ്ങളും സെൻസിലൂടെയാണ് നമ്മൾ അത് ഐഡന്റിഫൈ ചെയ്യുന്നത്. ഹി മേഡ് ഹിസ് മൈൻഡ് സെറ്റ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് till it became enhanced of memory, the power to understand and capacity to think. അവൻ ചിന്തിച്ചു തുടങ്ങണം, അവൻ കാണുന്ന കാര്യങ്ങളൊക്കെ വെച്ചാൽ മെമ്മറിയിലേക്ക് സ്റ്റോർ ചെയ്യും, ഓരോ കാര്യങ്ങളും മനസ്സിലാക്കി അത് ചിന്തിക്കാനായിട്ട് തുടങ്ങുകയാണ്. ഹാൻഡ് മൂവ്മെന്റ്സ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. മൂവ്മെന്റ്സിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ ഫാക്ടേഴ്സ് ആണ് ഹാൻഡ് മൂവ്മെന്റ്സ്. ദ ഹ്യൂമൻ ഹാൻഡ് അലോ ദ മൈൻഡ് ടു റിവീൽ ഇറ്റ് സെൽഫ്. നമ്മുടെ ഹ്യൂമൻ ഹാൻഡ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. നമ്മുടെ മനസ്സിനെ കുറച്ചുകൂടി ഓരോ കാര്യങ്ങൾ റിവീൽ ചെയ്യാൻ വേണ്ടി നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇറ്റ് എനേബിൾ ദ ഹോൾ ബിഗിൻ to enter into a special relationship with its environment. നമ്മൾ ഈ എൻവയോൺമെന്റ് ആയിട്ട് നമ്മളൊരു പൂവ് തൊട്ട് നോക്കിയാണ് മനസ്സിലാക്കുന്നത്, ഒരു ചെടി നമ്മൾ തൊട്ട് നോക്കിയാണ് മനസ്സിലാക്കുന്നത്. എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കാൻ നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ് ഹാൻഡ്. ഹിസ് ഹാൻഡ് under the guidance of his intelligence transform this environment and thus enable him to fulfill his mission in the world. നമ്മൾ ഈ കൈകളിലൂടെയാണ് ഓരോ കാര്യങ്ങളും എന്ത് ചെയ്യുന്നത് ആദ്യം മനസ്സിലാക്കുന്നത്. എന്തോ ആവട്ടെ, ഓരോ പൂവായാലും ഒരു ചെടിയായാലും എന്തും അവനെ ഐഡന്റിഫൈ ചെയ്യുന്ന ആദ്യം ഈ കൈകളിലൂടെയാണ്. സോ വളരെ ഇമ്പോർട്ടൻസ് എന്തിനുണ്ട്? ഹാൻഡ് മൂവ്മെന്റ്സിനുണ്ട്, ഹാൻഡ്സിനുണ്ട്. ഒരു വ്യക്തിയുടെ ഇന്റലിജൻസിന്റെ ഡെവലപ്മെന്റ് ഏറ്റവും ഇമ്പോർട്ടൻസ് ഹാൻഡ് മൂവ്മെന്റ്സിനുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഡാൻസ് ഒക്കെ ചെറുപ്പത്തിലെ പഠിക്കുന്ന കുട്ടികളിൽ എന്താണ് കുറച്ചും കൂടി എന്താണ് ഇന്റലിജൻസ് കൂടുതലായിരിക്കും, ബുദ്ധി കുറച്ചും കൂടി കൂടുതലായിരിക്കും എന്ന് പറഞ്ഞത്. ഓക്കെ, നെക്സ്റ്റ്, the education of the movements is very complex. നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല, മൂവ്മെന്റ്സിന്റെ എഡ്യൂക്കേഷൻ ഒത്തിരി കോംപ്ലക്സ് ആണ്. ആസ് ഇറ്റ് മസ്റ്റ് കോയിൻസിഡൻസ് വിത്ത് all the coordinated movements which the child has to extract in his physiological organism, so psychological organism. അപ്പൊ നമ്മൾ എല്ലാ മൂവ്മെന്റ്സും ഒരുമിച്ച് കോർഡിനേറ്റ് ചെയ്യാന്ന് പറയുമ്പോഴേക്കും ഒരു കുട്ടി എന്ന് പറയുമ്പോൾ ഒരു എന്താ പറയുക ചീത്ത തുടങ്ങുമ്പോഴേക്കുമാണ് അവരൊരു മെന്റൽ ഡെവലപ്മെന്റ് പ്രോപ്പർ ആകുന്നത്. അവരുടെ സൈക്കോളജിക്കൽ ഓർഗാനിസം ആണ്. ഒരുപാട് കാര്യങ്ങൾ ഈ മൂവ്മെന്റ്സിലൂടെ അവർ എന്ത് ചെയ്യുന്നുണ്ട്? ഐഡന്റിഫൈ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഒത്തിരി നേരമായില്ലേ ഒരുപാട് പാരഗ്രാഫ് എക്സ്പ്ലെയിൻ ചെയ്യുന്നു. ഇതിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രം ഞാൻ നോട്ട് ചെയ്യാം, എന്നിട്ട് ഇത് റീഡ് ചെയ്യാൻ തരാം കേട്ടോ. എന്ന് വെച്ചാൽ മൂവ്മെന്റ്സ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫാക്ടർ ആണ് ചൈൽഡ് ഡെവലപ്മെന്റിൽ. നമ്മൾ കൂടുതൽ പ്രിഫറൻസ് എന്തിനു കൊടുക്കണം? നമ്മൾ മൂവ്മെന്റ്സിന് കൊടുക്കണം. കാരണം മൂവ്മെന്റ്സും ഡെവലപ്മെന്റ് ഓഫ് മൈൻഡും ഇന്റലിജൻസും തമ്മിൽ ക്ലോസ്ലി കണക്റ്റഡ് ആണ്. മൂവ്മെന്റ്സ് കൂടുതലായിട്ടുള്ള കുട്ടികളിൽ ബ്രെയിൻ ഡെവലപ്മെന്റ് കുറച്ച് കൂടുതലായിരിക്കും. So actions which occurs is connected with the mental activity going on. അവർ ചെയ്യുന്ന ഓരോ പ്രവർത്തനങ്ങളും എന്തായിട്ട് മെന്റൽ ആക്ടിവിറ്റിയുടെ ഫലമായിട്ടാണ് വരുന്നത്. അപ്പോൾ നമ്മൾ കൂടുതലായിട്ട് മസ്കുലർ മൂവ്മെന്റ്സിന് എന്ത് കൊടുക്കണം? ഇമ്പോർട്ടൻസ് കൊടുക്കണം. മെന്റൽ ഡെവലപ്മെന്റ് മസ്റ്റ് ബി കണക്റ്റഡ് വിത്ത് മൂവ്മെന്റ്സ്. മൂവ്മെന്റ്സ് ആയിട്ട് വളരെ എന്തുണ്ട്? കണക്ഷൻ ഉണ്ട്. എന്തിനാണ്? മെന്റൽ ഡെവലപ്മെന്റ്. ഇനി ഏറ്റവും കൂടുതൽ മൂവ്മെന്റ്സ് ആയിട്ട് ഏത് ഹാൻഡ് മൂവ്മെന്റ്സിനാണ് ഏറ്റവും കൂടുതൽ എന്തുള്ളത്? കണക്ഷൻ ഉള്ളത് മെന്റൽ ഡെവലപ്മെന്റും അല്ലെങ്കിൽ നമ്മുടെ എന്താണ് മനുഷ്യന്റെ ഇന്റലിജൻസും ഹാൻഡ്സും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളൊരു
കണക്ഷൻ ലിങ്ക് ഉണ്ട്. അവൻ മനുഷ്യൻ ഓരോ കാര്യങ്ങൾ ഐഡന്റിഫൈ ചെയ്യുന്നതിന് വേണ്ട ഒരു ഇൻസ്ട്രുമെന്റ് ആണ് നമ്മുടെ എന്ത് ഹാൻഡ്സ് എന്ന് പറയുന്ന കൈകൾ. നമ്മൾ ഓരോ കാര്യങ്ങളും എക്സ്പീരിയൻസ് ചെയ്യുന്നത്, ടച്ച് ചെയ്ത് നോക്കുന്നത്, സെൻസ് ചെയ്യുന്നത് നമ്മുടെ കൈകളിലൂടെയാണ്. സോ മനുഷ്യൻ ഓരോന്നും അവരുടെ പ്രകൃതിയും അവന്റെ സറൗണ്ടിങ്സും അവന്റെ എൻവയോൺമെന്റും എല്ലാ കാര്യങ്ങളും ഐഡന്റിഫൈ ചെയ്യുന്നത് ഈ ഹാൻഡ് മൂവ്മെന്റ്സിലൂടെയാണ്. സോ ഹാൻഡ് മൂവ്മെന്റ്സ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫാക്ടർ ആണ് എന്തില് ഇന്റലിജൻസിൽ. സോ ഹാൻഡ് മൂവ്മെന്റ്സ് വളരെ എന്താണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളൊരു ഫാക്ടർ ആണ്. സോ ഞാൻ വലിയൊരു പാരഗ്രാഫാണ് റീഡ് ചെയ്തത്. സമപ്പ് ചെയ്യുകയാണെങ്കിൽ മൂവ്മെന്റ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്റലിജൻസ് ഡെവലപ്മെന്റ് ആയിട്ടും മെന്റൽ ഡെവലപ്മെന്റ് ആയിട്ടും ക്ലോസ്ലി കണക്റ്റഡ് ആണ്. മെന്റൽ ഡെവലപ്മെന്റ് മൂവ്മെന്റ്സ് കൂടുതലുള്ള കുട്ടികളിൽ മെന്റൽ ഡെവലപ്മെന്റ് ഹൈ ആയിരിക്കും. അതേപോലെ മൂവ്മെന്റ്സ് കുറവുള്ള കുട്ടികളിൽ മെന്റൽ ഡെവലപ്മെന്റ് ലോ, കമ്പാരിറ്റീവ്ലി ലോ ആയിരിക്കും. മോണ്ടിസോറി പ്രിഫർ ചെയ്യുന്നത് നമ്മൾ എന്താണ് കൂടുതലായിട്ട് കുട്ടികളെ കൊണ്ട് വർക്ക് ചെയ്യിപ്പിക്കുക ത്രൂ മൂവ്മെന്റ്സിലൂടെയാണ്. അതിനാണ് നമ്മൾ കൂടുതലായിട്ട് ഹാൻഡ് മൂവ്മെന്റ്സ് കൊടുക്കുന്നത്. മോണ്ടിസോറി ഡിസൈൻ ചെയ്തിരിക്കുക, മോണ്ടിസോറി മെറ്റീരിയൽസ് ഡിസൈൻ ചെയ്തിരിക്കുന്നതും എങ്ങനെയാണ് കൂടുതലായിട്ട് ഹാൻഡ് മൂവ്മെന്റ്സ് ഉള്ള ആക്ടിവിറ്റീസുകളാണ് എന്ത് ചെയ്തിരിക്കുന്നത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. സോ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് അത് ഇൻഫ്ലുവൻസ് ചെയ്യുന്നതാണ് എന്ത് മൂവ്മെന്റ്സും അതേപോലെ തന്നെ നമ്മുടെ എന്താണ് ഹാൻഡ്സും തമ്മിൽ ക്ലോസ്ലി കണക്റ്റഡ് ആണ്. നമുക്ക് ഓരോ മൂവ് ചെയ്യാനും അല്ലെങ്കിൽ ഓരോ ഇന്റലിജൻസ് അല്ലെങ്കിൽ മെന്റൽ ഡെവലപ്മെന്റും ഹാൻഡ്സും തമ്മിൽ വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട്. നമ്മൾ ഓരോ കാര്യങ്ങളും മനസ്സിലാക്കുന്നത് നമ്മുടെ കൈകളിലൂടെയാണ് അല്ലെ. അപ്പോ നമ്മുടെ കൈയും നമ്മുടെ ഹാൻഡ്സും മൂവ്മെന്റ്സും തമ്മിൽ ക്ലോസ്ലി കണക്റ്റഡ് ആണ്. ഒന്ന് റീഡ് ചെയ്ത് നോക്കി. ഇത്രയും പാരഗ്രാഫ് ഉണ്ട്, ഇത്രയുണ്ട്. ഒന്ന് റീഡ് ചെയ്ത് നോക്കുക. സിമ്പിൾ ആണ്. ആ പാരഗ്രാഫിന്റെ വലിപ്പം കണ്ട് നിങ്ങൾ ഡൗട്ട് ഒന്നും അടിക്കേണ്ട. സിമ്പിൾ ആണ് സംഭവം. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് ഞാൻ കുറച്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് നന്നായിട്ട് ഒന്ന് റീഡ് ചെയ്ത് നോക്കുക. ഇമ്പോർട്ടന്റ് ആയിട്ട് മാർക്ക് ചെയ്തത് അതേപോലെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യാൻ മാർക്ക് ചെയ്തിടാം.
റീഡ് ചെയ്ത് നോക്കിയോ? റീഡ് ചെയ്യായിരിക്കും അല്ലെ? റീഡ് ചെയ്ത് തീർത്തി. ക്ലിയർ ആയോ മൊമെന്റ്സ്? ഓക്കെ, ഇത് കഴിഞ്ഞിട്ട് ഒന്നും കൂടി ഒന്ന് റീഡ് ചെയ്ത് നോക്കാം കേട്ടോ. പാരഗ്രാഫ് ആയിട്ട് അങ്ങനെ എഴുതിയിരിക്കുന്നുള്ളൂ, അതിൽ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഗ്രാസ്പ് ചെയ്തെന്നുള്ളൂ കേട്ടോ. ഇനി ഇമ്പോർട്ടൻസ് ഓഫ് മൂവ്മെന്റ്സ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്. ഫ്രീഡം ഓഫ് ദ മൂവ്മെന്റ്സ്. Grant the child the convenience to observe and explore the prepared environment. നമ്മുടെ പ്രിപ്പയർഡ് എൻവയോൺമെന്റ് എക്സ്പ്ലോർ ചെയ്യാനും അത് മനസ്സിലാക്കാനും ഒബ്സർവ് ചെയ്യാനുള്ള ഒരു അവസരമാണ് എന്ത് ഈ മൂവ്മെന്റ്സ് കൊടുക്കുന്ന ഫ്രീഡം. അതാണ് മോണ്ടിസോറി എൻവയോൺമെന്റ് നമ്മൾ കുട്ടികൾക്ക് ഫുൾ ഫ്രീഡം ടു മോണ്ടിസോറി ക്ലാസ് റൂമിൽ. മോണ്ടിസോറി ക്ലാസ് റൂമിൽ എങ്ങനെയാണ് കുട്ടികൾക്ക് ഫുൾ ഫ്രീഡം ഗ്രാന്റ് ചെയ്യുന്നുണ്ട്. ഫുൾ ആയിട്ട് നമ്മൾ എന്ത് കൊടുക്കുന്നുണ്ട്, അവർക്ക് ഒരു ആക്ടിവിറ്റി ചെയ്യാനും അല്ലെങ്കിൽ ഒരു ആക്ടിവിറ്റി ചെയ്തത് കഴിഞ്ഞ് എവിടെയെങ്കിലും മൂവ് ചെയ്യാനുള്ള എല്ലാ ഫ്രീഡം കൊടുക്കുന്നുണ്ട്. ഇപ്പൊ ആ കുട്ടിക്ക് കുറച്ച് ടൈം പോയി ഗാർഡനിൽ സ്പെൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു നടന്ന ക്ലാസ് റൂമിൽ വിത്തൗട്ട് പെർമിഷൻ നടന്ന ക്ലാസ് റൂമിൽ പോയി ഗാർഡനിൽ കുറച്ച് നേരം ടൈം സ്പെൻഡ് ചെയ്യാൻ ഫുൾ ഫ്രീഡം നമ്മൾ ഇവിടെ കൊടുക്കുന്നുണ്ട്, മോണ്ടിസോറിയിൽ കൊടുക്കുന്നുണ്ട്. Constantly, the Montessori child actively use and refine her sense as she observes the world around, while the child's traditional classroom is generally confined to her desk. നമ്മൾ മോണ്ടിസോറി ക്ലാസ് റൂമിൽ കുട്ടികൾക്ക് ഫുൾ ഫ്രീഡം കൊടുക്കുന്നുണ്ട്. ഇതിനു വേണ്ടിയിട്ടാണ് ഒരു ചുറ്റുപാട് നിരീക്ഷിക്കാനും ഒബ്സർവ് ചെയ്യാനുള്ള ഫുൾ ഫ്രീഡം കൊടുക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അത് ഗാർഡനിൽ പോയിരിക്കാനുള്ള ഫ്രീഡം കൊടുക്കുന്നത്. കാരണം ഇന്നത്തെ ക്ലാസ് റൂമും വരാന്തകളും ഈ ഗാർഡനൊക്കെ ആയിട്ട് വളരെ കണക്റ്റഡ് ആണ്. അങ്ങനെയാണ് നമ്മൾ മോണ്ടിസോറി ക്ലാസ് റൂം എന്ത് ചെയ്യുന്നത്, പ്രിപ്പയർ ചെയ്യുന്നത്. അവിടേക്ക് എന്തുണ്ട്, കണക്ഷൻ ഉണ്ട്. പക്ഷെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയ ട്രഡീഷണൽ ക്ലാസ് റൂമിൽ എന്ത് കൊടുക്കുന്നത്, ഫ്രീഡം എല്ലാം കൊടുക്കുന്നത് കുട്ടികൾ ആ ഒരു ഡെസ്കില് അവരവിടെ എന്ത് ചെയ്യാണ്, തളർക്കപ്പെട്ടിരിക്കുക. ലെഫ്റ്റ് ഓൾമോസ്റ്റ് എക്സ്ക്ലൂസീവ്ലി ടു ലിസൺ. എന്തിനു വേണ്ടിയിട്ട് അവനവിടെ വന്നിരിക്കുന്നത്, കാര്യങ്ങൾ കേൾക്കാൻ വേണ്ടി മാത്രം. ഒരു വൺ വേ കമ്മ്യൂണിക്കേഷൻ ആണ്. എപ്പോഴും കമ്മ്യൂണിക്കേഷൻ ടു വേ ആകുമ്പോഴല്ലേ കുറച്ചും കൂടി ബെറ്റർ ആകുന്നേ, അല്ലേ? വൺ വേ കമ്മ്യൂണിക്കേഷൻ ആയിരിക്കും. ഇപ്പോ ഞാൻ നമ്മളിപ്പോ ക്ലാസ്സിലാണെങ്കിലും ഡിസ്കഷൻ ബേസ്ഡ് ക്ലാസ് നടത്തുമ്പോഴാണ് കുറച്ചും കൂടി കാര്യങ്ങൾ നമുക്ക് കൺവേ ചെയ്യുന്നത്, ക്ലാസ് മനസ്സിലാക്കുന്നത്. അപ്പൊ ഒരു ലിസൺ ചെയ്യുമ്പോൾ മാത്രം കുട്ടികളിൽ വരുന്നില്ല, മൂവ്മെന്റ്സിലൂടെ അവരുടെ ഒരുപാട് മാറ്റങ്ങൾ വരുന്നുണ്ട്. In Montessori classroom is an active. മോണ്ടിസോറി സ്കൂളിലാണോ പഠിക്കുന്നത് അതോ നോർമൽ സ്കൂളിലോ? ഇതാണോ? അതെ, പഠിക്കാറായിട്ടില്ലാണോ എന്നുവെച്ചാല് ചേർത്തിട്ടുണ്ട്. നോർമൽ സ്കൂളാണ്, പക്ഷെ അവരുടെ സിലബസ് ഏകദേശം മോണ്ടിസോറി റിലേറ്റഡ് ആയിട്ടുള്ള രീതിയിൽ തന്നെയാണ് ക്ലാസ് പോകുന്നത്. അല്ല, കാരണം ഇത് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് കുട്ടികളെ മോണ്ടിസോറിയിൽ വിടാനേ തോന്നുള്ളൂ. സത്യമായിട്ടും. കാരണം ഞാൻ ആൾക്ക് വേണ്ടിയിട്ട് ഞാൻ മെറ്റീരിയൽസ് ഒക്കെ ഞാൻ എന്റെ വീട്ടിൽ എന്നെ കൊണ്ട് പറ്റുന്ന മെറ്റീരിയൽസ് ഒക്കെ ഞാൻ വാങ്ങിച്ചിട്ട് ഞാൻ തന്നെ ട്രെയിൻ ചെയ്യാം. ചില ഒരുപാട് കാര്യങ്ങൾ അതെനിക്ക് ഹെൽപ്ഫുൾ ആണ്. ആളെ തന്നെ ഞാൻ കുറച്ച് പറഞ്ഞു തരാട്ടതൊക്കെ. കാരണം നമുക്ക് നമ്മുടെ കുട്ടികളെ ചിലപ്പോ മോണ്ടിസോറി, എനിക്ക് ഇവിടെ അടുത്ത് ഒരു മോണ്ടിസോറി സ്കൂളേ ഉള്ളൂ, പക്ഷെ അത് ട്രാവലിംഗ് കുറച്ച് ദൂരെയാണ്. അതുകൊണ്ട് ട്രാവലിംഗിന്റെ കാര്യം പറഞ്ഞപ്പോ ഹസ്ബൻഡിനോട് ഞാൻ പറഞ്ഞു അങ്ങനെ വിടാന്ന് പറഞ്ഞപ്പോ അത് പറഞ്ഞു, കുട്ടിയല്ലേ, ആള് ചെറുതല്ലേ, ഈ വർഷം സ്റ്റാർട്ട് ചെയ്തുള്ളൂ, അപ്പൊ ഇവിടെ പഠിക്കട്ടെ എന്നിട്ട് നമുക്ക് മാറ്റാം എന്നാ പറഞ്ഞത്. ഞാൻ പറഞ്ഞു ഈ ടൈമാണ്, നിനക്കറിയാലോ, നീ പഠിപ്പിച്ചാൽ മതി എന്ന്. ഞാൻ പറഞ്ഞു ഓക്കെ, എനിക്ക് പറ്റും എന്ന് നല്ല കോൺഫിഡൻസ് ഉള്ളതുകൊണ്ട് ഞാൻ പറഞ്ഞു ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞു. ഞാൻ തന്നെ ട്രെയിൻ ചെയ്യുന്നത്. ഓക്കെ, നോക്കാട്ടോ. നമ്മള് ക്ലാസ് റൂമില് ആക്റ്റീവ് റാദർ ദാൻ പാസീവ് ലേണിംഗ് ആണ് നമ്മൾ കൊടുക്കുന്നത്. മോണ്ടിസോറിയില് ആക്റ്റീവിനേക്കാളും കുറച്ചുകൂടി പാസീവ് ലേണേഴ്സ് ആണ്. Who makes good use of all his field while openly moving about the prepared environment. നമ്മൾ പ്രിപ്പയർഡ് എൻവയോൺമെന്റിൽ മൂവ് ചെയ്യാനായിട്ട് നമ്മുടെ കുട്ടികൾക്ക് ഫുൾ ഫ്രീഡം കൊടുക്കുന്നുണ്ട്. Moreover, the movements is connected to divine the development. ഈ മൂവ്മെന്റ്സ് കുട്ടികളുടെ ഡെവലപ്മെന്റ് ഇംപ്രൂവ് ചെയ്യാനായിട്ട് കാരണമാകുന്നുണ്ട്.
Physical activity nourishes the whole being, including spirit. നമ്മളുടെ എന്താ പറയുക, നമ്മുടെ ആ ഒരു ഫിസിക്കൽ ആക്ടിവിറ്റിയിലൂടെ നമ്മൾ സ്പിരിറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് ആത്മാവിനെ പോലും നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഈ മൂമെന്റ്സിലേക്ക് വരുമ്പോൾ ഇൻവോൾവ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. Montessori accepted if the muscles which should normally be in function are dormant, there is not only physical but a psychic depression as well as. നമ്മളിപ്പോ മൂവ്മെന്റ്സ് സ്റ്റോപ്പ് ചെയ്യാണ്, മസിൽസ് മൂവ്മെന്റ്സ് കുറവാണെങ്കിൽ അവിടെ ഫിസിക്കൽ ഡിപ്രഷൻ മാത്രമല്ല വരുന്നത്, സൈക്കിക് ആയിട്ടുള്ള ഡിപ്രഷനും കൂടി വരുന്നുണ്ട്. ഒരു കുട്ടി മൂവ്മെന്റ്സ് ഒന്നും ചെയ്യുന്നില്ല, ഒരു ആക്ടിവിറ്റീസ് ചെയ്യുന്നില്ല, വെറുതെ ഇരിക്കുകയാണ് വീട്ടില്, അങ്ങനെയാണെങ്കിൽ ആ കുട്ടിയില് എന്താ പറയാ, സൈക്കിക് ആയിട്ടുള്ള പ്രശ്നങ്ങൾ വരാനുള്ള പ്രശ്നമില്ല. കാരണം മെന്റൽ ഡിപ്രഷൻ വരാനുള്ള ചാൻസ് കൂടുതലായിരിക്കും. ആക്ടിവിറ്റീസ് ഒന്നും ചെയ്യാത്ത കുട്ടികളിൽ മെന്റൽ ഡിപ്രഷൻസ് വരാനുള്ള ചാൻസ് ഉണ്ട്. ഗുഡ് ആഫ്റ്റർനൂൺ മിസ്. ഗുഡ് ആഫ്റ്റർനൂൺ സുരേഷിനെ, എന്താ ചെയ്യടാ? അതെ, കുഞ്ഞിന്റെ കൈ ഒന്ന് മുറിഞ്ഞായിരുന്നേ, അപ്പം 2 സ്റ്റിച്ച് ഉണ്ട്. വന്നതാ. എന്തോ എങ്ങനെ മുറിഞ്ഞ്? ജനലിന്റെ ഇടയിൽ അവള് കൈ വെച്ചിട്ട് ഒരു ഗ്ലാസ് പൊട്ടിയിരിപ്പുണ്ടായിരുന്നു, ആ ഗ്ലാസിന്റെ ഇടയിൽ നിന്ന് വലിച്ചതാ. ഇപ്പൊ മുറിഞ്ഞിട്ട് 6 ദിവസമായി. അപ്പം വീണ്ടും അത് കൊണ്ടുപോയിട്ട് വന്നതേ ഉള്ളൂ. അപ്പൊ ഇന്ന് ക്ലാസ് എടുക്കാന്ന് ഞാൻ പറഞ്ഞായിരുന്നു. ഇല്ല, കുഴപ്പമില്ല, ഞാൻ ക്ലാസ് കണ്ടിന്യൂ ചെയ്തെടുക്കാണ്. ഓക്കെ മിസ്. ആടാ, എടാ ആ ജനലിന്റെ ആ ചില്ല് മാറ്റിയാ? മാറ്റി. ശ്രദ്ധിക്കണം കേട്ടോ, കുട്ടികളാണ്, നമ്മള് കുറച്ചും കൂടി കെയർഫുൾ ആയിരിക്കണം കേട്ടോ. അപ്പോ നമ്മൾ എന്താ പറയുന്നത്, ഫിസിക്കൽ ഡിപ്രഷൻ മാത്രമല്ല കുട്ടികളിൽ നോർമലി വരുന്നത്, സൈക്കിക് ആയിട്ട് മെന്റലി അത് അവരെ എഫക്ട് ചെയ്യുന്നുണ്ട്. ദിസ് ഈസ് വൈ ദ ആക്ഷൻ ക്യാൻ ഹാവ് ഇൻഫ്ലുവൻസ് ഓൾസോ അപ്പോൺ സ്പിരിച്വൽ എനർജി. നമ്മുടെ മെന്റൽ എനർജിനെയും കൂടി നമ്മുടെ ഓരോ പ്രവൃത്തിയിലൂടെയും അത് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. വിതൗട്ട് ആക്ടിവിറ്റി a child energy supply is drained, using learning to be more difficult task than it would be if there was a moment to move, freedom to move. നമ്മള് എന്താ പറയാ, നമ്മൾ ആക്ടിവിറ്റീസ് ഒന്നും ചെയ്യാണ്ട് നമ്മൾ എന്ത് ചെയ്യാണ്, പഠിപ്പിക്കുകയാണെങ്കിൽ അവിടെ ലേണിംഗ് കുറച്ച് ടഫ് ആവും. ലേണിംഗ് കുറച്ച് ടഫ് ആവും. നമ്മള് നമ്മൾ പഠിപ്പിക്കുമ്പോൾ എങ്ങനെയാണ്, ലേണിംഗ് ടു ബി മോർ ഡിഫിക്കൽട്ട് വെച്ചാൽ കുറച്ച് ഫ്രീഡം കൊടുക്കാം, മൂവ് ചെയ്യാനുള്ള ഫ്രീഡംസ് കൊടുക്കാം. Montessori emphasized, in fact, it is only by the movements that personality can express itself. എങ്ങനെയാണ് മൂവ്മെന്റ്സിലൂടെ മാത്രമാണ് നമ്മുടെ പേഴ്സണാലിറ്റി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്, എക്സ്പ്രസ് ചെയ്യാനായിട്ട് പറ്റുന്നത്. ഓക്കെ, നമുക്ക് മോണ്ടിസോറി പറയുന്നത് എന്താണ്, മോണ്ടിസോറി എന്താ പറയുന്നത്, നമുക്ക് പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മൂവ്മെന്റ്സിലൂടെ മാത്രമാണ്. ഫ്രീഡം ഓഫ് ദ മൂവ്മെന്റ്സ് റിലേറ്റഡ് ടു ഫ്രീഡം ഇൻ ജനറൽ. ഫ്രീഡം ഓഫ് ദ മൂവ്മെന്റ്സ് കൊടുക്കുന്നത് നമ്മൾ മോണ്ടിസോറി ക്ലാസ് മുതൽ നമ്മൾ ഫുൾ ഫ്രീഡം നമുക്ക് കുട്ടികൾക്ക് കൊടുക്കുന്നുണ്ട്. കാര്യം ചെയ്യാൻ, ഒരു ആക്ടിവിറ്റി ചെയ്യാൻ, എല്ലാ കാര്യത്തിലും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഫ്രീഡം കൊടുക്കുന്നുണ്ട്. മോണ്ടിസോറി ബിലീവ്ഡ് ദാറ്റ് ചൈൽഡ് ഹൂ ഈസ് ഇൻ കൺട്രോൾ ഓഫ് ഹിംസെൽഫ് prepared to make analytical choice and resist fatigue. Illogical temptation is free. എന്ന് വെച്ചാൽ മോണ്ടിസോറി പറയുന്നത് കുട്ടികൾക്ക് അവരെ തന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നുണ്ട്. എന്താ പറയാ, കറക്റ്റ് ആയിട്ട് അവർക്ക് കൺട്രോൾ ആൻഡ് കോർഡിനേഷൻ ഉണ്ടെങ്കിൽ, സെൽഫ് കൺട്രോൾ ഉണ്ടെങ്കിൽ അവർക്ക് ഓരോ കാര്യങ്ങൾ സെലക്ട് ചെയ്യാനും, ഏത് ആക്ടിവിറ്റി സെലക്ട് ചെയ്യണം എന്നുള്ള കാര്യങ്ങൾക്കൊക്കെ അവർക്കൊരു ഇതുണ്ടാവും. അതേപോലെ തന്നെ ലോജിക്കൽ ടെംപ്റ്റേഷൻ, ഈ ലോജിക്കൽ ടെംപ്റ്റേഷൻസ് കുറവായി ഫ്രീ ആയിരിക്കും, അതിൽ നിന്നൊക്കെ കുട്ടികൾ ഫ്രീ ആയിരിക്കും. ഫ്രീഡം ഗോസ് ഹാൻഡ് ഇൻ ഹാൻഡ് വിത്ത് ദ റെസ്പോൺസിബിലിറ്റി ആൻഡ് സെൽഫ് ഡിസിപ്ലിൻ. ഫ്രീഡം കൊടുക്കുന്നതിലൂടെ കുട്ടികളുടെ ഹാൻഡ് ഇൻ ഹാൻഡ് വിത്ത് റെസ്പോൺസിബിലിറ്റി ആൻഡ് ഡിസിപ്ലിൻ, കുട്ടികളുടെ ഡിസിപ്ലിൻ നമുക്ക് ഡെവലപ്പ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. നമ്മൾ ഫ്രീഡം കൊടുക്കുമ്പോൾ നമ്മൾ വിചാരിക്കും ഡിസിപ്ലിൻ ജനറേറ്റ് ചെയ്യാൻ പറ്റില്ല, പക്ഷെ അല്ല, ഫ്രീഡം റെസ്പോൺസിബിലിറ്റി സെൽഫ് ഡിസിപ്ലിൻ നമുക്ക് ഓട്ടോമാറ്റിക്കലി കിട്ടും എന്നാ പറയുന്നത്. കാരണം കുട്ടികൾ വർക്ക് ചെയ്യുന്നതിലൂടെ അവർക്ക് കോൺസെൻട്രേഷൻ പവർ ഇംപ്രൂവ് ചെയ്യുന്നു, പേഷ്യൻസ്, അതേപോലെ ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് ക്വാളിറ്റീസ് അവർക്ക് ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. അതിന്റെ എല്ലാം ഒരു പാർട്ടാണ് ഇത്, ഈ റെസ്പോൺസിബിലിറ്റിയും സെൽഫ് ഡിസിപ്ലിനും. നമ്മൾ ലാസ്റ്റ് സൊസൈറ്റി ഓഫ് കോഹീഷനും നോർമലൈസേഷനും പഠിച്ചതാണ്. സെൽഫ് ഡിസിപ്ലിനും അതേപോലെ തന്നെ ഒബീഡിയൻസ് ഒക്കെ നോർമലി ജനറേറ്റ് ചെയ്യുന്നുണ്ട്. വിത്തിൻ ദ പ്രിപ്പയർഡ് എൻവയോൺമെന്റ് the child is allowed to develop his focus, become self-disciplined and act with the responsibility. നമ്മൾ ഈ പ്രിപ്പയർഡ് എൻവയോൺമെന്റിൽ വർക്ക് ചെയ്യുന്നതിലൂടെ, അലോ ചെയ്യുന്നതിലൂടെ അവൻ കൂടുതലായിട്ട് സെൽഫ് ഡിസിപ്ലിൻഡ് ആയിട്ട് മാറും.
അതേപോലെ തന്നെ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ റെസ്പോൺസിബിലിറ്റിയിലൂടെ തന്നെ അവർ ചെയ്യും. ഹീസ് ബൈ ദാറ്റ് ഏബിൾ ടു ബിക്കം ട്രൂലി ഫ്രീ. അവൻ ഫീൽ ചെയ്യും ട്രൂലി ഫ്രീ ആണ്, അതിന് വേറെ ഒരു കൺട്രോൾ ഒന്നുമില്ല. ഇൻ ഷോർട്ട്, മൂവ്മെന്റ്സ് ലീഡ്സ് ടു മസിൽസ് ഇംപ്രൂവ്മെന്റ്. മൂവ്മെന്റ്സ് എന്തൊക്കെ കാര്യങ്ങൾ ഇംപ്രൂവ് ചെയ്യുന്നതാണ് പറയുന്നത്. മസിൽ ഇംപ്രൂവ്മെന്റ്, സ്റ്റിമുലേറ്റ് ദ മൈൻഡ്, നമ്മുടെ മൈൻഡ് ഫീലിംഗ്സ് സ്റ്റിമുലേറ്റ് ചെയ്യുന്നു. പിന്നെ ഡെവലപ്സ് ഇൻഡിപെൻഡൻസ്, നമുക്ക് ഇൻഡിപെൻഡന്റ് ആയിട്ട് ഓരോ കാര്യങ്ങൾ സെലക്ട് ചെയ്യാം. അവർ ചെറുപ്പത്തിലെ തന്നെ അവർ ആക്ടിവിറ്റീസ് ഒക്കെ ഓരോന്ന് സെലക്ട് ചെയ്യുകയാണെങ്കിൽ അവരുടെ ലൈഫിലും അവർ ഇൻഡിപെൻഡന്റ് ആയിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങും. കോൺസെൻട്രേഷൻ ഡെവലപ്പ് ചെയ്യാൻ തുടങ്ങും. അവരൊരു കാര്യം സ്വയമേ ചെയ്ത് അത് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ അവന് കോൺഫിഡൻസ് ബിൽഡ് ചെയ്യാൻ പറ്റും. ത്രൂ അജിലിറ്റി, ബാലൻസ് ആൻഡ് കോർഡിനേഷൻ. ഇതിലൂടെ അവര് കോൺഫിഡൻസ്, ഒരു കാര്യം ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു കോൺഫിഡൻസ് വരുന്നു. ആൻഡ് ലാംഗ്വേജ് ഡെവലപ്മെന്റ്, ഗ്രൂപ്പ് ഒക്കെ ആയിട്ട് ഒരുപാട് ആക്ടിവിറ്റീസ് മൂവ്മെന്റ്സ് ഒക്കെ ചെയ്യുന്നതിലൂടെ, ഗ്രൂപ്പ് ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യുമ്പോൾ അവരുടെ ലാംഗ്വേജ് ഇംപ്രൂവ് ആവുന്നു. ലീഡ്സ് ടു നോർമലൈസേഷൻ, ഇത് എന്തിന് കാരണമാകുന്നു? നോർമലൈസേഷൻ കാരണമാകും. ആൻഡ് ടോട്ടലി റിസൾട്ട് ഇൻ ഹെൽത്തി ബോഡി ആൻഡ് മൈൻഡ്. ഇതെല്ലാം എന്ത് നമുക്ക് റിസൾട്ട് ചെയ്യുന്നു? നമുക്ക് ഹെൽത്തി ആയിട്ടുള്ള ബോഡി മൈൻഡ് തരുന്നു. നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും മെന്റൽ ഹെൽത്ത് ആൻഡ് ഹൈജീനിലാണോ ഹെൽത്തി മൈൻഡ് ഈസ് ഇൻ ഹെൽത്തി ബോഡി, നമ്മളല്ലേ പഠിച്ചത്? അതെ, പഠിച്ചിട്ടുണ്ട്. ഓക്കെ. അപ്പൊ നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള മനസ്സ്, ശരീരത്തിൽ മാത്രമേ നല്ല ഹെൽത്തി ആയിട്ടുള്ള മനസ്സുണ്ടാവുള്ളൂ. നല്ല മൂവ്മെന്റ്സ് ഉള്ളിടത്ത് മാത്രമേ നല്ല ഹെൽത്തി ആയിട്ടുള്ള മനസ്സ് ഉണ്ടാവുള്ളൂ. സോ ഇത്രയും ക്വാളിറ്റീസ് നമുക്ക് ഡെവലപ്പ് ചെയ്യുന്നതിലൂടെ ആ കുട്ടി ആരായിട്ട് മാറുന്നു? നോർമലൈസ്ഡ് ചൈൽഡ് ആയിട്ട് മാറുന്നു. മൂവ്മെന്റ്സും നോർമലൈസേഷനും കണക്റ്റഡ് അല്ലേ? അതെ അതെ, ഞാൻ ചോദിക്കാൻ വരികയായിരുന്നു ഇപ്പൊ. അതെ, മൂവ്മെന്റ്സും നോർമലൈസേഷനും കണക്റ്റഡ് ആണ്. ത്രൂ മൂവ്മെന്റ്സ്, നമുക്ക് മൂവ്മെന്റ്സിലൂടെ ഓരോ ആക്ടിവിറ്റീസ് ആ കുട്ടിനെ കൊണ്ട് ചെയ്യിക്കുന്നതിലൂടെ, വർക്ക് ചെയ്യിക്കുന്നതിലൂടെ ആണ് നമ്മൾ നോർമലൈസേഷനിലേക്ക് എത്തിക്കുന്നത്. സോ നോർമലൈസ്ഡ് ആക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ മാത്രമേ പറ്റുള്ളൂ? ത്രൂ മൂവ്മെന്റ്സിലൂടെ മാത്രമേ പറ്റൂ. സോ ആ കുട്ടിക്ക് ഒരുപാട് ക്വാളിറ്റീസ് ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. നമ്മുടെ നോർമലൈസേഷന്റെ ക്യാരക്ടറിസ്റ്റിക്സ് തന്നെയാണ് ഇവിടെ ക്വാളിറ്റീസ് ആയിട്ട് ഓരോന്നിടത്ത് പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ മസിൽസിന്റെ ഇംപ്രൂവ്മെന്റ്സ്, നമ്മുടെ മൈൻഡും അതേപോലെ തന്നെ ഫീലിംഗ്സ് സ്റ്റിമുലേറ്റ് ചെയ്യുന്നു. ഇൻഡിപെൻഡൻസ് ഡെവലപ്പ് ചെയ്യുന്നു. കോൺസെൻട്രേഷൻ ഇംപ്രൂവ് ചെയ്യുന്നു. കോൺഫിഡൻസ് കൂട്ടുന്നു. പേഷ്യൻസ് ഇംപ്രൂവ് ചെയ്യുന്നു. ഒത്തിരി ക്വാളിറ്റീസ് ഈ മൂവ്മെന്റ്സിലൂടെ കുട്ടികളിൽ ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. ഇത്രയുമാണ് നമുക്ക് ഇമ്പോർട്ടൻസ് ഓഫ് മൂവ്മെന്റ്സിൽ പറയാനുള്ളത്. ഒന്ന് റീഡ് ചെയ്ത് നോക്കിയേ.
റീഡ് ചെയ്തു എല്ലാവരും? യെസ് മിസ്. നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോൾ വോവൽസ് കൂടുതലായിട്ട് ഡീറ്റെയിൽ ആയിട്ടൊന്ന് നോക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. അങ്ങനെ ക്ലാസ്സിൽ ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്യും. ഇനിയിപ്പോ എന്താണ് സൈൻ ഔട്ട് ആരാ പറയുന്നേ? ഞാനാണ്. കാണിച്ചോളാം. പിൻ ചെയ്തിട്ടുണ്ട് ഡനിഷ. വുഡാണോ ആടാ കാർഡ്ബോർഡാണോ? മറ്റേ കാർഡ്ബോർഡാണ്. ബേസ് കോഡില്ലേ? ഓക്കെ ഓക്കേടാ, നന്നായിട്ട് കേട്ടോ. ഓക്കെ ഓക്കെ, സഫിയ പറഞ്ഞോടാ സൈൻ ഔട്ട്. Okay. Hello children. Today let's start Incy Wincy Spider song. Okay. Ready? La 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 la. Incy Wincy Spider climbed up the spout again. Down came the rain and washed the spider. Sorry. Down came the rain and washed the spider out. Out came the sunshine and dried up all the rain. And Incy Wincy Spider climbed up the spot again. La 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 la. Thank you. Thank you all.